Good evening, all. It gives me great pleasure to welcome you all to day 7 of our 7-day integration workshop on machine learning. Today's session is focused on a highly relevant and impactful topic, that is AI tools for research, development, and academic productivity. In today's fast evolving world, AI tools are transforming the way we learn, research, develop the project, and enhance the productivity in academic as well as the professional life. It is my privilege to warmly welcome our session faculty, Mr. Arjun Sunny, who is an IT consultant, team lead, AI engineer, software developer, and trainer from Link Academy. On behalf of the organizing committee, I extend a warm welcome to Mr. Arjun Sunny and kindly request him to take the session forward. Thank you. Thank you, ma'am. Thank you. Thank you so much. Okay, so thank you. Thank you for the warm welcome, ma'am. So audible alle ellarkum. Yes, sir. Yes. Okay. So currently ഇന്നത്തെ സെഷൻ പറഞ്ഞിരിക്കുന്ന AI ടൂൾസ് ആണ്. ഇത് ഓൾസോ കുറച്ചധികം AI ടൂൾസ് ഉണ്ട്. അക്കാഡമിക് റിസർച്ചിനും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിക്കും സഹായിക്കുന്ന കുറച്ചധികം AI ടൂൾസ് ഉണ്ട്. സോ AI ടൂൾസ് എല്ലാം എന്ത് ചെയ്യാം, നമുക്ക് ചെയ്ത് പോകാനുള്ള ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് കറന്റ് ഞാനിപ്പോ മെഷീൻ ലേണിംഗ് ബേസ് ചെയ്തിട്ടുള്ള, അതായത് സൂപ്പർവൈസ് ലേണിംഗ് ബേസ് ചെയ്തിട്ടുള്ള എന്താണ് ചെയ്യുന്നത്, ഒരു അൽഗോരിതം കറന്റ് വർക്ക്ഔട്ട് ചെയ്യാണ്. ജസ്റ്റ് അൽഗോരിതം അതിന്റെ കോഡ് കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൂടെ വർക്ക്ഔട്ട് നിങ്ങളൂടെ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്നവരുണ്ടോ ലാപ്പിൽ നിന്ന് ജോയിൻ ആയിട്ടുള്ളവര്? മാം ഓഡിബിൾ ആയില്ല. ഹലോ, സൗണ്ട് ക്രാക്ക് ആയാണ് കേൾക്കുന്നത്. എത്ര പേര് കൂടെ ചെയ്യുന്നുണ്ട് എന്നൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഐ തിങ്ക് ഹരിത മാം സ്പീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഓഡിബിൾ അല്ല കേൾക്കുന്നതൊന്നും. ഓക്കെ, സോ ജസ്റ്റ് കുറച്ച് ടൂൾസ് ഞാൻ അധികം ഒന്ന് ഫെമിലറൈസ് ചെയ്യാം. ഇപ്പോൾ അത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അക്കാഡമിക്സിലാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ അസൈൻമെന്റ്സ് ജനറേറ്റ് ചെയ്യാനാണ്, ക്യൂസസ് ജനറേറ്റ് ചെയ്യാനാണ്, ഇങ്ങനെയുള്ള കേസസിലെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടൂൾസ് ആണ് ഞാനൊന്ന് ഫെമിലറൈസ് ചെയ്യാൻ പോകുന്നത്. ദെൻ നമുക്ക് ടൈം അനുസരിച്ച് എന്ത് ചെയ്യാം, മെഷീൻ ലേണിംഗിന്റെ ഒരു അൽഗോരിതത്തിലേക്ക് ജമ്പ് ഇൻ ചെയ്യാം. ഓക്കെ, സോ കറന്റ്ലി ഇപ്പോൾ യൂഷ്വലി കുറച്ചധികം കോളേജുകളിൽ പോയിട്ട് FTPs ആൻഡ് ഓൾസോ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ കൂടുതലും സ്റ്റുഡൻസ് അവര് കോഡ് ചെയ്യുന്നതാണെങ്കിലോ എന്താണ് കൂടുതലും AI യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി ഞാനും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൂടുതലും വൈറ്റ് കോഡിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം കോഡ് ജനറേഷൻ ടൂളുകളുണ്ട്. അതുപോലെ തന്നെ ഫാക്കൽറ്റീസിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാനാണെങ്കിലോ ഇല്ലെങ്കിൽ റിസർച്ച് പേപ്പേഴ്സ് എടുക്കാനാണെങ്കിലോ ആ റിസർച്ച് പേപ്പേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റ്സ് എത്രത്തോളം AI ജനറേറ്റഡ് ആണെന്ന് ചെക്ക് ചെയ്യാൻ, ഈ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കാഡമിക്സിൽ ഈ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൂൾസ് ഉണ്ട്. ഓക്കെ, സോ ഈ ടൂൾസ് എല്ലാമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഫെമിലറൈസ് ചെയ്യാൻ പോകുന്നത്. സോ വൺ ബൈ വൺ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് വൺ ബൈ വൺ ആയിട്ട് കാണിക്കാം. സോ എല്ലാം ചെയ്യാനുള്ള ടൈം കിട്ടി എന്ന് വരില്ല. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും.
ഓക്കെ മാം, ഓഡിബിൾ അല്ലേ? എൻ്റെ സൗണ്ട് ആണോ ബ്രേക്ക് ആവുന്നത്? സന്തോഷ് സാർ, സന്തോഷ് സാർ, ഓക്കെ. അല്ല വൺ സർ, മിനിറ്റ്, യു ആർ ഞാൻ ഓഡിബിൾ ആണ്. ഓഡിബിൾ ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഹെഡ്സെറ്റ് കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ. ഹലോ, അഫ്ന മാം ഓഡിബിൾ ആണോ? ഞാൻ ഹെഡ്സെറ്റ് കണക്ട്. ഓഡിബിൾ ആണ് സർ, ഓഡിബിൾ ആണ്. ഓക്കെ ഓക്കെ, കുറച്ച് മുന്നേ പറഞ്ഞൊന്നും കേട്ടിട്ടില്ല അല്ലേ? ഇല്ല, ഓഡിബിൾ ആയിരുന്നു. ഓക്കെ ഓക്കെ മാം, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. സോ ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, സോ സ്ക്രീൻ എല്ലാവർക്കും വ്യൂബിൾ അല്ലേ? യെസ് സർ. ഓക്കെ ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളത്, അതായത് ഏതൊരു ഇപ്പോൾ കറന്റ് നമ്മൾ എന്തെങ്കിലും ഒരു അക്കാഡമിക്സിൽ തന്നെ ഏതെങ്കിലും ഒരു സെഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു മൊഡ്യൂൾ ആയിരിക്കാം, ഏതെങ്കിലും ഒരു ക്ലാസിന്റെ മൊഡ്യൂൾ ആയിരിക്കാം, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ മൊഡ്യൂൾ ആയിരിക്കാം. ഈ മൊഡ്യൂളിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. ഇപ്പൊ ഞാനായിക്കോട്ടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. അപ്പൊ ഈ വീഡിയോസ് മൊത്തം എന്ത് ചെയ്യണം, ഞാൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അതിന്റെ ഒരു ഫുൾ നോളേജ് കിട്ടത്തുള്ളൂ. സോ ആ ഫുൾ നോളേജ് തന്നെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും. സോ അതിനുവേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്നത്. സോ ഗൂഗിളിന്റെ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്ന ടൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, PDFs ആയിക്കോട്ടെ, യൂട്യൂബ് ലിങ്ക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെബ്സൈറ്റ് ലിങ്ക് ആയിക്കോട്ടെ, റിസർച്ച് പേപ്പേഴ്സ് ആയിക്കോട്ടെ, അക്കാഡമിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സ് ആയിക്കോട്ടെ, ഈ പേപ്പറുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, സമ്മറൈസ് ചെയ്യാം. പേപ്പറുകളും വീഡിയോസും എല്ലാ വെബ് കണ്ടന്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമ്മറൈസ് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് നോട്ട്ബുക്ക് എല്ലാം സെർച്ച് ചെയ്യുക. നോട്ട്ബുക്ക് എല്ലാം സെർച്ച് ചെയ്തിട്ട് ഫസ്റ്റ് വൺ തന്നെ നമുക്ക് എന്ത് കിട്ടും, സെർച്ച് ഓപ്ഷൻ കിട്ടും, ഗൂഗിൾ നോട്ട്ബുക്ക് എല്ലാം എന്നുള്ളത്. സോ ക്ലിക്ക് ചെയ്യുക, ദെൻ ജസ്റ്റ് ട്രൈ നോട്ട്ബുക്ക് എല്ലാം കൊടുക്കുക. ഇതിൽ ഓൾറെഡി എൻ്റെ അക്കൗണ്ട്
വെരിഫൈഡ് ആണ്. സോ അതുകൊണ്ട് ഡയറക്റ്റ്ലി എന്തിലേക്ക് വരും, എൻ്റെ നോട്ട്ബുക്കിലേക്ക് വരും. സോ എനിക്ക് കുറച്ചധികം റീസെന്റ് നോട്ട്ബുക്സ് ഉണ്ട്. സോ ഇതായിരിക്കും ഇതിന്റെ ഹോം പേജ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇതിൽ അക്കൗണ്ട് എടുക്കാം. അക്കൗണ്ട് എടുത്ത് കഴിയുമ്പോൾ വരുന്നത് ഈ ഒരു ഹോം പേജിലേക്കായിരിക്കും. പുതിയ നോട്ട്ബുക്കുകൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി ഇതൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് നോട്ട്ബുക്കുകൾ, അതായത് നോട്ട്ബുക്ക് മീൻസ് വർക്കിംഗ് ഫയൽസ് ഇല്ലെങ്കിൽ നമുക്ക് റിസർച്ച് ഫയൽസ് എല്ലാം എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ റീസെന്റ് നോട്ട്ബുക്കിൽ ക്രിയേറ്റ് ന്യൂ നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. സോ ആരെങ്കിലും കൂടെ ചെയ്യുന്നുണ്ടോ? എനിവൺ? ആരുടെയും ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് സോ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. സോ ക്രിയേറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്രിയേറ്റ് നോട്ട്ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സെക്ഷൻസ് ഇവിടെ എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതായത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാം. സെൻട്രലിൽ, അതായത് മിഡിലിൽ നമുക്ക് എന്താണ്, ചാറ്റ് ഓപ്ഷൻ ആണ്. നമ്മുടെ ടൂളുമായിട്ടുള്ള ചാറ്റ് ഓപ്ഷൻ ആണ് മിഡിലുള്ളത്. ദെൻ റൈറ്റ് സൈഡിലുള്ളത് ഒരു സ്റ്റുഡിയോ ആണ്. സ്റ്റുഡിയോ ബേസിക്കലി നമ്മൾ കൊടുക്കുന്ന സോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഓഡിയോ ഓവർവ്യൂ, അതുപോലെ വീഡിയോ ഓവർവ്യൂ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. റിപ്പോർട്ട്സ് ആണെങ്കിലോ, സ്ലൈഡ് ഡെക്ക് ആണെങ്കിലോ, സ്ലൈഡ്സ് ആണെങ്കിലോ, ക്യൂസസ് ആണെങ്കിലോ, ഡാറ്റ ടേബിൾ, അതായത് ഇപ്പോൾ കുറച്ച് ഡാറ്റ കൊടുത്തിട്ട് ഒരു ഡാറ്റ ടേബിൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, എക്സലിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റ ടേബിൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഗൂഗിളിനെ ബേസ് ചെയ്തിട്ടായതുകൊണ്ട് ജെമിനിയെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ കറന്റ് എനിക്ക് പ്രോ വേർഷൻ ആണുള്ളത്. ഇതിൽ പല കേസസ്, ഇപ്പോൾ ഓഡിയോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഇതിനൊരു ക്വാട്ട ലിമിറ്റ് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ഫ്രീ ടയർ ആണോ അല്ലെങ്കിൽ പ്രോ ടയർ ആണോ, ഓക്കെ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വാട്ട ലിമിറ്റ് നമുക്ക് കാണും. സോ മാക്സിമം ഒരു 4-5 അത്രത്തോളം നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇത് സം കേസസിൽ ഓപ്പൺ സോഴ്സ് ആണ്. ഓക്കെ, ഓൾറെഡി ഇത് ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ആണ്. ചില കേസസിൽ എന്ത് ചെയ്യും, ക്വാട്ട ലിമിറ്റ് എക്സീഡ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, അതായത് യൂസേഴ്സ് കൂടുന്നതനുസരിച്ച് ക്വാട്ട ലിമിറ്റ് എന്ത് ചെയ്യാം, എക്സീഡ് ചെയ്യാം. ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് ഒരുപാട് യൂസേഴ്സ് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടും ക്വാട്ട ലിമിറ്റ് എക്സീഡ് ചെയ്യാം. ഓക്കെ, സോ ജസ്റ്റ് ഒരു പേപ്പർ ഞാൻ എടുക്കുകയാണ്, മീഡിയം എന്ന് പറയുന്ന സൈറ്റ്. ഈ മീഡിയം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റും നമുക്ക് ലൈക്ക് അക്കാഡമിക്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് മീഡിയം എന്ന് പറയുന്നത്. സോ മീഡിയത്തിൽ നിന്ന് ഞാൻ ജസ്റ്റ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ആയിട്ടുള്ള മെഷീൻ ലേണിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഒരു പേപ്പർ എടുക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ട്യൂട്ടോറിയൽ, ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പേപ്പർ എടുക്കാം. ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പറാണുള്ളത്. സോ കറന്റ് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത് മൊത്തം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് എടുക്കുക. എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും എന്താണ്, പെട്ടെന്ന് ഒരു കാര്യം ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ സമയം എത്രത്തോളം നമുക്ക് ലാഭിക്കാൻ പറ്റും അത്രത്തോളം സമയം ലാഭിച്ചിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. ലിങ്ക് കോപ്പി ചെയ്തിട്ട് എൻ്റെ നോട്ട്ബുക്കിലേക്ക് സോഴ്സ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. ഇവിടേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ സോഴ്സ് കൊടുക്കുന്നു. വെബ്സൈറ്റ് ആണ്, ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തു. അതായത് ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ ബാക്കിലേക്ക് വരാം. ഇവിടെ ഫയൽസ് അപ്ലോഡ് ചെയ്യാം. അതായത് PDF വേർഡ് ഫയൽസോ എന്ത് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. വെബ്സൈറ്റ് ലിങ്കുകൾ അപ്ലോഡ് ചെയ്യാം. കോപ്പി ചെയ്ത ടെക്സ്റ്റുകൾ അപ്ലോഡ് ചെയ്യാം. ഡ്രൈവ് ഫയൽസ് ഉണ്ടെങ്കിൽ ഡ്രൈവ് ഫയൽസും എന്ത് ചെയ്യാം, ഗൂഗിൾ ആയതുകൊണ്ട് നമ്മുടെ ഡ്രൈവ് കണക്ട് ആയിരിക്കും. ഓക്കെ, ഓൾറെഡി ഗൂഗിൾ അക്കൗണ്ട് എടുക്കുമ്പോൾ ഡ്രൈവ് കണക്റ്റഡ് ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, അറ്റാച്ച് ചെയ്യാം, ഡ്രൈവ് ഫയൽസും അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ കറന്റ് ഞാനൊരു വെബ്സൈറ്റ് ലിങ്ക്, ഇപ്പം കോപ്പി ചെയ്ത വെബ്സൈറ്റ് ലിങ്ക് ആണ് കൊടുക്കുന്നത്. സോ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്യുമ്പോൾ കറന്റ് വെബ്സൈറ്റ് എന്തോ ഒരു എറർ ഉണ്ട്. ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, അത് ഫെയിൽ ആയിട്ടുണ്ട്. കാരണം ഒന്നെങ്കിൽ അത് പെയ്ഡ് ആയിരിക്കും, ആ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു സോഴ്സ് പെയ്ഡ് ആയിരിക്കും. പെയ്ഡ് ആയതുകൊണ്ടായിരിക്കും ഇത് ഫെയിൽഡ് ആവുന്നത്. പെയ്ഡ് ആയിട്ടുള്ളത് നമുക്ക് ഗെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പെയ്ഡ് ആയതുകൊണ്ടായിരിക്കും ഫെയിൽ ആവുന്നത്. ഓൾറെഡി എൻ്റെ കയ്യിലുള്ള ഒരു നോട്ട്ബുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ പുതിയ നോട്ട്ബുക്ക് എടുത്തതാണല്ലോ. ഇത് എൻ്റെ കയ്യിലുള്ള നോട്ട്ബുക്കാണ്. ആ നോട്ട്ബുക്കിനുള്ളിലെ ഫയൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇത്രയും സോഴ്സസ് ആഡ് ചെയ്തിട്ടുണ്ട്.
എനിക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള സോഴ്സസ് ഇത്രയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ സോഴ്സിൽ നമുക്ക് എല്ലാം സെലക്ട് ചെയ്യാം. എല്ലാം സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ ഓവർവ്യൂ എടുക്കാം. അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യും. കറന്റ് ജനറേറ്റീവ് ആൻഡ് ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ എന്ത് ചെയ്യുന്നു, നോക്കുന്നു, ലൈക്ക് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു ഓവർവ്യൂ. ഓക്കെ, ബിൽഡ് ആൻ ഓവർവ്യൂ ഓഫ് ദ സെലക്ടഡ് സോഴ്സ് എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ കറന്റ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന എൻ്റെ സോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ എന്ത് ചെയ്യും, ഇവിടെ കറന്റ് ജനറേറ്റ് ആവും. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു സോഴ്സ് അത് എത്രത്തോളം വലുതാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ടൈം കൺസ്യൂംഡ് ആയിരിക്കും. ഓക്കെ, എന്നാൽ പോലും ടൈം കൺസ്യൂംഡ് മാക്സിമം 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് വരെ പോകും. അതിൽ കൂടുതൽ ഇത് പോകില്ല. സോ 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, കറന്റ് അതിന്റെ സമ്മറി പ്രൊവൈഡ് ചെയ്ത് കിട്ടും. സോ സമ്മറി വായിച്ച് നോക്കിയാൽ എന്താണ് മൊത്തം കണ്ടൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോഴ്സ് എന്താണ്, ആ സോഴ്സിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കറന്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഓരോ സോഴ്സിലും കറന്റ് ഞാൻ സെലക്ട് ചെയ്ത സോഴ്സ്, ആ സോഴ്സിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ എന്ത് ചെയ്യാം, സോഴ്സുകൾ ആഡ് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്ത്, ഇപ്പം എല്ലാം സെലക്ട് ചെയ്താൽ അങ്ങനെ കിട്ടും. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓവർവ്യൂ എടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു സോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഒരു ഓഡിയോ ഓവർവ്യൂ എടുക്കാം. ഓക്കെ, ഏത് ഓഡിയോയിലാണോ വേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ ഓവർവ്യൂ എടുക്കാം, ഇല്ലെങ്കിൽ ഒരു വീഡിയോ. ഇതെല്ലാം ജനറേറ്റഡ് ആയിരിക്കും. വീഡിയോ ഓവർവ്യൂ ആണെങ്കിൽ അതിൻ്റെ വീഡിയോ ഓവർവ്യൂ എന്ത് ചെയ്യാം, സിനിമാറ്റിക് ആണോ എക്സ്പ്ലെയിനർ ആണോ ഏത് രീതിയിലാണ് വേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഓരോന്നും പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ ഓവർവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത് ജനറേറ്റ് ആയി കിട്ടും. ഓൾറെഡി ഇവിടെ ഒരെണ്ണത്തിന്റെ ഓവർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. 0 കോഡ് ടു നേറ്റീവ് ആപ്പ് എന്ന് പറയുന്നതിന്റെ ഓവർവ്യൂ ആണ്. കറന്റ് സോ ഞാൻ കൊടുത്ത സോഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ വീഡിയോ ഓവർവ്യൂ ആണ്. അപ്പൊ ഇതുപോലുള്ള ഓവർവ്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, ജനറേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്ത്, നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഓക്കെ, സോ ഈ നോട്ട്ബുക്ക് എല്ലാത്തിൽ കൊടുക്കാനുള്ള കുറച്ചധികം പവർ പ്രോംപ്റ്റുകൾ ഉണ്ട്. അതായത് ഞാനിപ്പം കൊടുത്ത പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഒരു ബിൽഡ് ആൻ ഓവർവ്യൂ ഓഫ് ദ സെലക്ടഡ് സോഴ്സ് എന്നാണ് ഞാൻ കൊടുത്തത്. സോ ഇതിന്റെ കുറച്ച് പവർ പ്രോംപ്റ്റുകൾ ഉണ്ട്. പവർ പ്രോംപ്റ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കാം. ഇതിലേക്ക് ഓൾറെഡി ഡിസൈൻ ചെയ്തിരിക്കുന്ന പവർ പ്രോംപ്റ്റുകൾ ഉണ്ട്. സോ പവർ പ്രോംപ്റ്റ്സ്, സോ ഇതാണ് പവർ പ്രോംപ്റ്റ്സ്. നമുക്ക് ഇതിലേക്ക് നോട്ട്ബുക്ക് എല്ലാത്തിലേക്ക് കൊടുക്കാൻ പറ്റിയ പവർ പ്രോംപ്റ്റ്സ്. ഈ പവർ പ്രോംപ്റ്റുകൾ ഞാൻ എന്ത് ചെയ്യാം, ചാറ്റിലേക്ക് ഇടാം. സോ എല്ലാവർക്കും എന്ത് ചെയ്യാം, കോപ്പി ചെയ്തെടുക്കാം. അതായത് നമ്മൾ കൊടുക്കുന്ന സോഴ്സ്, ആ സോഴ്സിനെ ബേസ് ചെയ്തിട്ട് ഈ പവർ പ്രോംപ്റ്റുകൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. സോ എല്ലാ ടൂളുകളും പ്രോംപ്റ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. സോ പ്രോംപ്റ്റ്സിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ChatGPT എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ. ChatGPTക്ക് പ്രോബബ്ലി ഒരു ഇഷ്യൂ ഉണ്ട്. ChatGPTയുടെ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹലൂസിനേറ്റ് ആവും. ഓക്കെ, കറന്റ് ഹലൂസിനേറ്റ് ആവും. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ മെസ്സേജസിൽ ഷെയർ ചെയ്തിട്ടുണ്ട് പവർ പ്രോംപ്റ്റ്സിന്റെ കാര്യങ്ങൾ. സോ എല്ലാവർക്കും അത് കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ചെയ്ത് നോക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. സോ മെസ്സേജസ് കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന കോണ്ടന്റിനെ അനുസരിച്ച് അല്ലെങ്കിൽ സബ്ജക്റ്റിനെ അനുസരിച്ച് ആ പ്രോംപ്റ്റുകൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. സോ ChatGPT ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഹലൂസിനേഷൻ. ഒട്ടുമിക്ക ടൂളുകളും ഹലൂസിനേറ്റഡ് ആവും. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ്സിനെ അനുസരിച്ചായിരിക്കും അത് ഹലൂസിനേറ്റ് ആവുന്നത്. സോ പ്രോംപ്റ്റുകൾ പ്രോപ്പറായിട്ട് കൊടുക്കുക എന്നുള്ള വേയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു 4 കോണ്ടന്റ്സ് നോക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ GPT ആക്ട് ചെയ്യണം. ഇപ്പോൾ GPT ആണെങ്കിൽ എങ്ങനെ GPT, ഇപ്പോൾ മെഷീൻ ലേണിംഗ് ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോണ്ടന്റ് മെഷീൻ ലേണിംഗ് ആണ്. സോ മെഷീൻ ലേണിങ്ങിനെ ബേസ് ചെയ്തിട്ട് ആക്ട് ചെയ്യണം. ആക്ട് ആസ് എ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ എന്നോ അല്ലെങ്കിൽ ആക്ട് ആസ് എ മെഷീൻ ലേണിംഗ് മോഡലിനോ ChatGPTക്ക് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്,
എടുക്കാതെ ബാക്കി വെബ് കോണ്ടന്റ്സ് ഒക്കെ എടുക്കും. ഇപ്പൊ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ChatGPT എന്ത് ചെയ്യും? കറന്റ് ChatGPT ഡാറ്റാബേസിലുള്ള കാര്യങ്ങളും അതർ ദാൻ അതിന്റെ വെബ് കോണ്ടന്റുകളും എല്ലാം എടുക്കും. ഈ വെബ് കോണ്ടന്റുകളും എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? നമുക്കൊരു ഔട്ട്പുട്ട് തരുന്നത്. നമ്മൾ മെഷീൻ ലേണിംഗ് മോഡലായിട്ട് ആക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ലേണിംഗ് മോഡലായിട്ട് മാത്രം ആര് ആക്ട് ചെയ്യും? ChatGPT ആക്ട് ചെയ്യും. നമുക്ക് ഇച്ചിരി പ്രീസൈസ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടും. സോ എങ്ങനെ ആക്ട് ചെയ്യണം, എന്ത് കോണ്ടന്റ് ആണ് ജനറേറ്റ് ചെയ്യേണ്ടത്, ആ കോണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ, എന്ത് ടൈപ്പ് കോണ്ടന്റ് ആണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരേണ്ടത്. അത് PDF ആയിരിക്കാം, എക്സൽ ഫയൽസ് ആയിരിക്കാം, വേർഡ് ഡോക്യുമെന്റ്സ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു സമ്മറി ആയിരിക്കാം. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുമ്പം പ്രോപ്പറായിട്ട് ഹലൂസിനേറ്റ് ആവാതെ ChatGPT വർക്ക് ചെയ്യും. അതുപോലെ തന്നെയാണ് LM എന്ന് പറയുന്ന നോട്ട്ബുക്ക് LM എന്ന് പറയുന്ന ഈ ഒരു AI മോഡലും അങ്ങനെ തന്നെയാണ്. ഹലൂസിനേറ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. സോ എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ അയച്ചു തന്നിരിക്കുന്ന പവർ പ്രോംപ്റ്റുകൾ കൊടുത്തിട്ട് അത് വർക്ക് ചെയ്യാം. കൊടുക്കുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പവർ പ്രോംപ്റ്റുകൾ കൊടുത്തിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ടൂളാണ് ഈ GPT-യുടെ തന്നെ ഒരു മോഡലാണ് സ്കോളർ GPT. സ്കോളർ GPT സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ GPT-യുടെ തന്നെ ഉള്ളൊരു മോഡലാണ്. സോ GPT-യുടെ ഉള്ളിൽ തന്നെ നമുക്കിത് വർക്ക് ചെയ്യാം. സ്കോളർ GPT സെർച്ച് ചെയ്യുന്നു, GPT-യിലേക്ക് തന്നെ ആയിരിക്കും ഇത് പോകുന്നത്. സോ ഇവിടെ റിസർച്ച് പേപ്പേഴ്സ് കിട്ടും. നമ്മൾ സെർച്ച് ചെയ്യുന്ന കോണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കിട്ടും. അതായത് ഇപ്പോ മെഷീൻ ലേണിംഗ് എന്നാണ് ഞാൻ സെർച്ച് ചെയ്യുന്നതെങ്കിൽ മെഷീൻ ലേണിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓവർവ്യൂ ആദ്യം നമുക്ക് അലോ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓൾവേസ് അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു പ്രോംപ്റ്റ് വരത്തില്ല, നമുക്ക് ചോദിച്ചുകൊണ്ട് വരത്തില്ല. സോ ഓൾവേസ് അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ മെഷീൻ ലേണിംഗ് എന്താണ്, മെഷീൻ ലേണിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓവർവ്യൂ കിട്ടും. ദെൻ താഴേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പേപ്പേഴ്സ് കിട്ടും. അക്കാഡമിക് റെഫറൻസിന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് കിട്ടും. ഈ പേപ്പേഴ്സിലേക്ക് ഒരു പേപ്പർ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വെബ്സൈറ്റിലേക്കായിരിക്കും റീഡയറക്റ്റ് ആവുന്നത്. സോ ജസ്റ്റ് വെരിഫൈ ചെയ്തിട്ട് വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഡോക്യുമെന്റ്സ് നമുക്ക് ആക്സസ് ചെയ്തിട്ട് PDF വ്യൂ ചെയ്യാം. അതായത് അക്കാഡമിക്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിന് ആക്സസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് കോണ്ടന്റ് ആണോ വേണ്ടത്, ആ കോണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം സ്കോളർ GPT-യിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ പേപ്പേഴ്സ് നമുക്ക് കിട്ടും. സോ പേപ്പർ വർക്കുകൾ നമുക്ക് വായിച്ചു നോക്കാം. കൂടുതൽ അക്കാഡമിക്സിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ടൂള്, സോ സ്കോളർ GPT ആണ് സെക്കൻഡ് ടൂള്. നോട്ട്ബുക്ക് എല്ലാം സ്കോളർ GPT. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് സെമാന്റിക് സ്കോളർ, ഗൂഗിൾ കൊലാബ്, ഹക്കിംഗ് ഫേസ്, സ്കോളർ GPT, പാരാഫ്രേസ് AI. ഓക്കെ. സോ നമുക്ക് സെമാന്റിക് സ്കോളർ നോക്കാം. സെമാന്റിക് സ്കോളർ എന്ന് പറയുന്ന ഈ ഒരു സെർച്ച് ടൂളാണ്. ഇവിടെ നമുക്ക് പേപ്പേഴ്സ് സെർച്ച് ചെയ്യാം. അക്കാഡമിക്സിന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ്, റിസർച്ച് പേപ്പേഴ്സ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ പ്രൊജക്ടിനെ ബേസ് ചെയ്ത പേപ്പർ. ബേസിക്കലി IEEE പേപ്പേഴ്സ് ഒക്കെ എല്ലാവരും എടുത്തിട്ടായിരിക്കും, അതായത് കൂടുതലും സ്റ്റുഡൻസ് ഒക്കെ അവർ ഫൈനൽ പ്രൊജക്ട് ചെയ്യുമ്പോൾ IEEE പേപ്പേഴ്സ് കാര്യങ്ങൾ എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ അവർക്കാണെങ്കിലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെ കുറച്ചധികം വെബ്സൈറ്റ് ഓരോ ഞാൻ സെഷൻസ് എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, പേപ്പറുകൾ എവിടെ നിന്ന് എടുക്കാൻ പറ്റും, വർക്ക് ചെയ്യേണ്ട പേപ്പറുകൾ, അല്ലെങ്കിൽ പ്രൊജക്ട് ബിൽഡ് ചെയ്യാൻ പറ്റിയ ബെറ്റർ പേപ്പറുകൾ എവിടെ നിന്ന് എടുക്കാൻ പറ്റും. കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് IEEE തന്നെയാണ്. ഒട്ടുമിക്ക ആൾക്കാരും എന്നോട് ചോദിക്കുന്ന IEEE കിട്ടത്തില്ല എന്നാണ്. IEEE മാത്രമല്ല, ഇതുപോലുള്ള AI ടൂൾസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെമാന്റിക് സ്കോളർ മാത്രമല്ല, ഗൂഗിൾ സ്കോളർ ഉണ്ട്. ഗൂഗിൾ സ്കോളർ ത്രൂ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? റെലവെന്റ് പേപ്പേഴ്സ് സെർച്ച് ചെയ്തെടുക്കാം. സോ സെമാന്റിക് സ്കോളറിൽ വരിക, സെയിം മെഷീൻ ലേണിംഗ് സെർച്ച് ചെയ്യുമ്പോൾ മെഷീൻ ലേണിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ പേപ്പേഴ്സ് ലോഡ് ആവും. പക്ഷെ ഈ പേപ്പേഴ്സ് ലോഡ് ആകുമ്പോൾ ഇതെല്ലാം പേപ്പറുകളാണ്. ഈ പേപ്പേഴ്സ് ലോഡ് ആകുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറഞ്ഞു കൊടുക്കാം? കുറച്ചധികം ക്രൈറ്റീരിയാസ് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ഫീൽഡ് ഓഫ് സ്റ്റഡി എന്താണ്, എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള മെഷീൻ ലേണിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഞാൻ കറന്റ് കമ്പ്യൂട്ടർ സയൻസ് പറഞ്ഞു കൊടുക്കുന്നു. സോ കമ്പ്യൂട്ടർ സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ ലോഡ് ആവുന്നത്.
ഡേറ്റ് റേഞ്ച് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ 1931 തൊട്ടുള്ളതുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 2018-19 അല്ലെങ്കിൽ 2021 തൊട്ടുള്ള പേപ്പർ റേഞ്ച് പറഞ്ഞു കൊടുക്കുന്നു. സോ അതിനനുസരിച്ചുള്ള പേപ്പർ റേഞ്ച് എനിക്ക് എന്ത് കിട്ടും. അപ്പോൾ അതാകുമ്പോൾ 21 ഇല്ലെങ്കിൽ 24 ആയിക്കോട്ടെ, 24 ആണെങ്കിലും റീസെന്റ് ആയിട്ടുള്ള പേപ്പർ വർക്കുകൾ നമുക്ക് കിട്ടും. ആസ് PDF ഉള്ളത് നമുക്ക് എന്ത് ചെയ്തെടുക്കാം, പേപ്പറിൽ PDF ഡൗൺലോഡബിൾ PDF ഉള്ള ഫയൽസ് നമുക്ക് എന്ത് ചെയ്തെടുക്കാം, സെർച്ച് ചെയ്തെടുക്കാം. ഓതറിനെ ബേസ് ചെയ്തിട്ട് ഓതേഴ്സിനെ അറിയാമെങ്കിൽ ഓതേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കോൾ ചെയ്തെടുക്കാം. പിന്നെ ജേർണൽസ് ആൻഡ് കോൺഫറൻസ് ഏത് ടൈപ്പ് പേപ്പേഴ്സ് ആണോ വേണ്ടത്, അങ്ങനെ സോർട്ട് ബൈ റെലവൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. റെലവൻസ് ബേസ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ആണ്. സോ ഈ പേപ്പേഴ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്തെടുക്കാം, വർക്കിങ്ങിന് എടുക്കാം. ഇപ്പം ഇതിലൊരു ലിങ്കിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ലിങ്കിനെ ബേസ് ചെയ്തിട്ടുള്ള പേപ്പർ വർക്കുകൾ ഇത് കാണും. ഓക്കെ, സോ ഇവിടെ PDF ഉണ്ട്. എല്ലാ PDFകളും ചിലപ്പോൾ നമുക്ക് ഡൗൺലോഡബിൾ ആയിരിക്കണമെന്നില്ല. ചിലപ്പം എമൗണ്ട് കൊടുത്താൽ മാത്രമേ ചിലപ്പോൾ ഡൗൺലോഡബിൾ ആകത്തുള്ളൂ. ഓക്കെ, പക്ഷെ ഇവിടെ PDF ലിങ്കുകൾ കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് PDF ജനറേറ്റ് ചെയ്തെടുക്കാൻ ഞാൻ ജസ്റ്റ് എല്ലാം നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. സോ സെമാന്റിക് സ്കോളർ ഇല്ലെങ്കിൽ ഗൂഗിൾ സ്കോളർ, ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഞാൻ ഫ്രീ ടൂൾസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പരിചയപ്പെടുത്തുന്നുള്ളൂ. ഫ്രീ ടയേഴ്സ് ഉണ്ട്, ഓക്കെ, ഫ്രീമിയം ഉണ്ട്, ദെൻ പ്രീമിയംസ് ഉണ്ട്. പ്രീമിയം മീൻസ് നമുക്കൊരു കാർഡ് ഡീറ്റെയിൽ കൊടുക്കേണ്ടി വരും. ആ കാർഡ് ഡീറ്റെയിലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അതായത് നമ്മളുടെ യൂസേജ് അനുസരിച്ചായിരിക്കും അതിൽ നിന്ന് എമൗണ്ട് പോകുന്നത്. ഇല്ലെങ്കിൽ പിന്നെ പ്രീമിയം പൈസ കൊടുത്ത് തന്നെ എടുക്കേണ്ടി വരും. സോ ഇതെല്ലാം ഫ്രീ ടൂൾസ് ആണ്. നോട്ട്ബുക്ക് എല്ലാം ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ സെമാന്റിക് സ്കോളർ, ഗൂഗിൾ സ്കോളർ ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്, ഇപ്പം സ്കോളർ GPT-യിലാണെങ്കിൽ പോലും കറന്റ് എൻ്റെ GPT ഇപ്പൊ ഗോയാണ്, അത് പെയ്ഡ് ആണ്. സോ മോസ്റ്റ്ലി എല്ലാത്തിലും എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഫ്രീ ടയറിലും വർക്ക് ചെയ്യും. പക്ഷെ കൊടുക്കുന്ന പ്രോംപ്റ്റ്സ് പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്രീ ടയറിലും എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഓക്കെ, സോ 4 ടൂൾസ് നമ്മളിപ്പോൾ കവർ ചെയ്തു. സോ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ബെറ്റർ ആയിരിക്കും. സെമാന്റിക് സ്കോളർ, ഗൂഗിൾ സ്കോളർ, നോട്ട്ബുക്ക് എല്ലാം സ്കോളർ GPT. ഇനി ഇതല്ലാതെ മറ്റൊരു ടൂള് നമുക്ക് നോക്കാം. ഇപ്പോ ഞാൻ കറന്റ് എൻ്റെ സ്കോളർ GPT വെച്ച് എടുത്ത കുറച്ചധികം ഡാറ്റ, ഇത്രയും ഡാറ്റ ഞാൻ എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്യാണ്. ഇത് AI ജനറേറ്റ് ആണ്. സോ പാരാഫ്രൈസ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്, അതായത് ക്വിൽബോട്ട്. ഈ ക്വിൽബോട്ട് എന്ന് പറയുന്ന ഒരു ടൂൾ, ഈ ടൂൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമുക്ക്, അതായത് സ്റ്റുഡൻസ് ഒക്കെ അസൈൻമെന്റ് വെക്കുമ്പോൾ അവര് AI ജനറേറ്റഡ് ആയിട്ടാണോ ഇത്, അതായത് സ്വന്തമായിട്ട് ചെയ്തു വെച്ചതാണോ എന്നൊക്കെയുള്ളത് അറിയാൻ വേണ്ടി, അതായത് ഞാൻ പഠിക്കുമ്പോഴൊക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത്. അതായത് വെബ്സൈറ്റുകൾ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, റിസർച്ച് ചെയ്തിട്ട് എഴുതി വെക്കാറുണ്ടായിരുന്നു. എഴുതിയായിരുന്നു ലൈക്ക്. ഇപ്പോൾ കൂടുതലും കോപ്പി കാര്യങ്ങൾ എടുത്താണല്ലോ അസൈൻമെന്റ്സ് കാര്യങ്ങളൊക്കെ വെക്കാറ്. കോപ്പി എടുക്കുക മീൻസ് പ്രിന്റ് കാര്യങ്ങൾ എടുത്തിട്ട്. സോ എഴുതിയായിരുന്നു വെച്ചോണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ വെക്കാറുള്ളവരുണ്ട്. സോ ഇത് അവർ AI ജനറേറ്റഡ് ടോപ്പിക്സ് ആണോ എടുത്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വിൽബോട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ക്വിൽബോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചധികം ഫീച്ചേഴ്സ് ഇതിലെന്താണ്, ഫ്രീ ആണ്. പക്ഷെ കുറച്ചധികം ഫീച്ചേഴ്സ്, ഈ പ്ലേഗറിസം ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അല്ലാത്ത പക്ഷം AI ഡിറ്റക്ടർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഇത്രയും ടെക്സ്റ്റ് ഞാൻ കൊടുത്തു, ഇത് ഞാൻ ഡിറ്റക്ട് ചെയ്യാണ്, AI ഡിറ്റക്ട് ചെയ്യാണ് ഇത് AI ജനറേറ്റഡ് ആണോ എന്നുള്ളത്. സോ ഞാൻ എന്ത് ചെയ്യാണ്, സ്കോളർ GPT എന്നാണ് ഈ ടെക്സ്റ്റ് മൊത്തം എടുത്തത്. സോ ഇത് 100% എന്താണ്, AI ജനറേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. ഓക്കെ, അസൈൻമെന്റ്സ് കാര്യങ്ങൾ സ്റ്റുഡൻസ് സബ്മിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലോ, അല്ലെങ്കിൽ ആൻസേഴ്സ് സബ്മിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലോ, ആ ആൻസേഴ്സ് എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടേക്ക് കൊടുക്കാം. ഇപ്പൊ ചാറ്റ് GPT എന്നാണ് ഇവര് ചിലപ്പോൾ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തു, ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ഇവർ ചെയ്തു വെച്ചു. ഈ ആൻസേഴ്സ് എടുത്ത് നമുക്ക് ഇവിടേക്ക് കൊടുത്തിട്ട് ഇത് AI ജനറേറ്റഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. എന്ത് വെച്ചിട്ട്, ക്വിൽബോട്ട് വെച്ചിട്ട്. ക്വിൽബോട്ട് എന്നാണ് സൈറ്റിന്റെ പേര്. ഓക്കെ, ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നവർക്ക് സ്ക്രീൻഷോട്ട് കൊടുത്തു വെക്കാം. ഓക്കെ, ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാമർ ചെക്ക് ഉണ്ട്. ഓക്കെ, നമ്മൾ റൈറ്റ് ചെയ്യുന്ന സെന്റൻസിന്റെ ഗ്രാമർ ചെക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെയ്യാം. പിന്നെ പാരാഫ്രൈസർ ഉണ്ട്. പാരാഫ്രൈസർ മീൻസ് ഇപ്പൊ ഞാൻ ഈ ഒരു കണ്ടന്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് AI ജനറേറ്റഡ് അല്ലേ. സോ ഇത് തന്നെ എനിക്കൊന്ന് മാറ്റി എഴുതാം, വേറൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം.
സോ ഒരാൾ എഴുതുന്നത് എന്താണ്, ലൈക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് പാരാഫ്രൈസ് ചെയ്തെടുക്കാം, വേറെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്തെടുക്കാം, എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാരാഫ്രൈസർ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. സോ പാരാഫ്രൈസർ, ഗ്രാമർ ചെക്കർ, അതുപോലെ എ ഡിറ്റക്ടർ, ഇതെല്ലാം നമുക്ക് ഇതിൽ എന്തായിരിക്കും, ഫ്രീ ആയിരിക്കും. ഫ്രീ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, സോ ആർക്കെങ്കിലും ഏതെങ്കിലും ടൂള് കാണിച്ചതിൽ ആരെങ്കിലും നോട്ട് ചെയ്യാൻ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓഡിബിൾ അല്ലേ മാം? ഹലോ മാം? യെസ്, ഓക്കെ ഓക്കെ. സോ എന്തെങ്കിലും ഡൗട്ടുകൾ, ഏതെങ്കിലും ടൂൾസ് മിസ്സായിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. സോ വോയിസ് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഇച്ചിരി ബെറ്റർ ആയിരിക്കും. സോ അപ്പുറത്ത് ആൾക്കാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുമായിരുന്നു. ഓക്കെ, ആരും വോയിസ് ഓൺ ആക്കില്ല. സോ നെക്സ്റ്റ് ഒരു ടൂളൂടെ ഞാൻ നോക്കട്ടെ. നെക്സ്റ്റ് ഒരു ടൂളൂടെ കാണിക്കാൻ. എക്സ്പ്ലെയിൻ പേപ്പർ. സോ കറന്റ് ഈ ഒരു ടൂള് മീൻസ് Jenny.ai എന്ന് പറയുന്ന ഒരു ടൂൾ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഇതാണ് ടൂള്. സോറി, സെമാന്റിക് സ്കോളർ ആണല്ലോ അത്. സ്കോളർ എ ഞാനൊന്ന് എടുത്ത് നോക്കട്ടെ. സോ സ്കോളർ എ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജെന്നി എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട്. സോ ജെന്നി എന്ന് പറയുന്ന മോഡൽ ട്രൈ ജെന്നിയിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന ഒരു കോണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് പേപ്പറുകൾ ജനറേറ്റ് ചെയ്യാം. അതായത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സ്ട്രീം റെയിൻഫാൾ 2018 ഒരു എക്സ്ട്രീം റെയിൻഫാളിന്റെ കേസ് ഞാൻ ജസ്റ്റ് എടുത്തിട്ട് കൊടുത്തതാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്താണ് ഒരു പേപ്പർ വർക്കാണിത്. ആ പേപ്പർ വർക്ക് തന്നെ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ വെച്ച് എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഫ്രീ അല്ല, പ്രൈസിങ് ഉള്ളതാണ്. സോ ഫ്രീ ആണ്, ഇത് ഫ്രീമിയം ആണ് ഒരു ഏരിയ വരെ. ഓക്കെ, ലൈക്ക് ഒട്ടുമിക്ക ചാറ്റ് ബോർഡ് ചാറ്റ് GPT പോലുള്ള ഒട്ടുമിക്ക ടൂളുകളും എന്താണ് ഒരു ടൈം കഴിയുമ്പോൾ അതിന്റെ ലിമിറ്റ് കഴിയുന്ന പോലെ ഇതിന്റെയും എന്ത് ചെയ്യും, ലിമിറ്റ്സ് തീരും. അപ്പൊ നമുക്ക് ഇപ്പം ടീച്ചേഴ്സിനാണെങ്കിലോ സ്റ്റുഡൻസിനാണെങ്കിലോ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർ കാണും. ഓക്കെ, PhD കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർ കാണും. സോ പേപ്പറുകൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാതെ പേപ്പറുകൾ ഡയറക്റ്റ് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. അത് പെയ്ഡ് ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ടൂൾ പെയ്ഡ് ആക്കുവാണെങ്കിൽ സോ പേപ്പേഴ്സ് എന്ത് ചെയ്യാം, ജനറേറ്റ് ചെയ്ത് ഓരോന്നും ജനറേറ്റ് ചെയ്ത് വരുമ്പോൾ നെക്സ്റ്റ് കൊടുത്ത് പോകുമ്പോൾ ഒരു പേപ്പറിൽ എന്തൊക്കെയാണോ വേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്ത് തരും. ഓൾറെഡി നമുക്കും പറഞ്ഞു കൊടുക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ app.jenny.ai, അതായത് സ്കോളർ AI ആണ് ഇതിന്റെ മെയിൻ സൈറ്റിന്റെ പേര്. സ്കോളർ AI. മറ്റേത് നമ്മൾ നോക്കിയത് സെമാന്റിക് സ്കോളർ ആണ്, ഇത് സ്കോളർ AI. ഓക്കെ, സോ ഇത്ര ടൂളുകൾ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതായത് ഞാൻ കുറച്ചധികം അക്കാഡമിക്സിന് വേണ്ടിയിട്ടുള്ള ടൂളുകൾ എന്ത് ചെയ്തായിരുന്നു, റിസർച്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് ഫ്രീ ടൂൾസ് ആണ് ഇതെല്ലാം. ഓക്കെ, ഓൾറെഡി നോട്ട്ബുക്ക് എല്ലാം ഒക്കെ കറന്റ് യൂസ്ഡ് ആണ്, എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഞാനും കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നോട്ട്ബുക്ക് എല്ലാം. എന്നിരുന്നാൽ പോലും ഇത് പുതിയതായിട്ട് നോട്ട്ബുക്ക് സ്കോളറൊക്കെ പുതിയതായിട്ട് അറിയുന്ന ചില ആൾക്കാർ കാണും. സോ അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സെമാന്റിക് സ്കോളർ ആണെങ്കിലോ അല്ലെങ്കിൽ പാരാഫ്രൈസ് ചെയ്യുകയാണെങ്കിലോ ക്വിൽബോട്ട് ആണെങ്കിലോ ഇതെല്ലാം
എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഞാൻ ജമ്പിൻ ചെയ്യാൻ പോകുന്നത് ഹഗിംഗ് ഫേസ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് വെബ്സൈറ്റിലേക്കും അതുപോലെ തന്നെ ഗൂഗിൾ കൊളാബും ഇത് രണ്ടും തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളൊരു കേസാണ് എന്ത് ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ഗൂഗിൾ കൊളാബ് എല്ലാവരും ഫെമിലിയർ അല്ലേ? കറന്റ് എന്നോട് അഫ്ന മാം പറഞ്ഞായിരുന്നു കറന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കേസസ് ഒക്കെ പറഞ്ഞായിരുന്നു. സോ എല്ലാവരും ഫെമിലിയർ ആണല്ലോ. സോ ഞാൻ ജസ്റ്റ് ഒരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യാണ്. സോ ഈ നോട്ട്ബുക്കിന്റെ കേസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഡ്രൈവിലേക്ക്, അതായത് കൂടുതലും ഇപ്പം മെഷീൻ ലേണിംഗിന്റെ കേസ് ആണെങ്കിൽ മെഷീൻ ലേണിംഗ് നമ്മൾ ചെയ്യുന്നത് മോഡൽസിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതായത് അൺനോൺ ഡാറ്റാസിൽ പുതിയ കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡലുകളെയാണ് നമ്മൾ കൂടുതലും എന്ത് ചെയ്യുന്നത്, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ട് ബിൽഡ് ചെയ്യുന്നത്. അതിനുള്ളിലുള്ള പല ലേണിംഗ്സ് ആണ് എന്ത് സൂപ്പർവൈസ്ഡ്, സെമി സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്, അതുപോലെ റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്നൊക്കെ പറയുന്നത് ഇതിനുള്ളിലുള്ള പല മൊഡ്യൂൾസ് ആണ്. ഓക്കെ, സോ സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ തന്നെ കുറച്ചധികം അൽഗോരിതംസ് ഉണ്ട്. സോ അൽഗോരിതത്തിന്റെ കേസിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിലേക്ക് എങ്ങനെ ഹഗിംഗ് ഫേസ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ള കേസാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഡാറ്റാ സെറ്റ് കാര്യങ്ങളൊക്കെ, ഡാറ്റാ സെറ്റ് എവിടെ നിന്നായിരുന്നു മാം? ആരെങ്കിലും ഒന്ന് പറയായിരുന്നെങ്കിൽ. ഡാറ്റാ സെറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തപ്പോൾ KNN ആണെങ്കിലോ ഡാറ്റാ സെറ്റ് കാര്യങ്ങൾ വർക്ക് ചെയ്തപ്പം എവിടെ നിന്നായിരുന്നു ഗ്യാദർ ചെയ്തത്? KNN ലീനിയർ റിഗ്രഷൻ ഒക്കെ വർക്ക് ചെയ്തപ്പോൾ ഡാറ്റാ സെറ്റ് എവിടെ നിന്നായിരുന്നു ഗ്യാദർ ചെയ്തത്? കഗിൾ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നായിരുന്നോ? ചാറ്റിൽ എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷേ എഴുതാൻ പറ്റില്ല. കാഗിൾ. ഓക്കെ ഓക്കെ ഓക്കെ, സോ കാഗിൾ ഞാനപ്പോൾ പരിചയപ്പെടുത്തണ്ടല്ലോ. സോ കാഗിൾ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട്ബുക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാഗിൾ ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്തിട്ടുണ്ടോ? കാഗിളിനുള്ളിൽ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? മെസ്സേജ് ഇട്ടാൽ മതി. ആരും ഓഡിയോ ഓൺ ആക്കില്ലല്ലോ, സോ അതൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. കൊളാബ് അല്ലാതെ കാഗിളിനുള്ളിൽ കാഗിൾ നോട്ട്ബുക്സ് ഉണ്ട്. സോ കാഗിൾ നോട്ട്ബുക്സിനുള്ളിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, മെഷീൻ ലേണിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുകൂടെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഡാറ്റാ സെറ്റിനെ കോൾ ചെയ്തെടുത്ത് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നവരാണെങ്കിൽ ജസ്റ്റ് ഡാറ്റാ സെറ്റ് എടുക്കുന്നു, സ്റ്റുഡൻറ് ഫൈനൽ ഗ്രേഡ്. സോ ഒരു മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷന്റെ ഡാറ്റാ സെറ്റ് ആണ്. ഓക്കെ, കോഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ തന്നെ കിട്ടും. ഡാറ്റാ കാർഡ് മാത്രമല്ല, ഒരുപാട് ഇതൊരു കമ്മ്യൂണിറ്റി ആണ്. സോ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡെവലപ്പേഴ്സ് ഉണ്ട്. ഈ ഡെവലപ്പേഴ്സ് എല്ലാം ഇതിനെ ബേസ് ചെയ്തിട്ട് കോഡുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഡ് ജനറേറ്റ് ചെയ്യാൻ ഒരു GPT-യോ അല്ലെങ്കിൽ ജെമിനയോ ക്ലൗഡയോ ഒന്നും വേണമെന്നില്ല. ഇതിൽ തന്നെ നമുക്ക് കോഡുകൾ എന്ത് ചെയ്തെടുക്കാം, നോക്കിയെടുക്കാൻ പറ്റും. സോ ഡാറ്റാ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഡാറ്റാ കാർഡിൽ ഇതാണ് കാരണം ഇപ്പം ഡാറ്റാ സെറ്റിന്റെ ഏരിയ. ഡാറ്റാ സെറ്റുകൾ സെർച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഡാറ്റ ഹബിനുള്ളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഡാറ്റ ഹബിനുള്ളിൽ പോയിട്ട് ഡാറ്റാ സെറ്റ് സെർച്ച് ചെയ്യുക. ഡാറ്റാ സെറ്റ് സെർച്ച് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ കറന്റ് എടുത്തത് സ്റ്റുഡൻറ് ഫൈനൽ ഗ്രേഡ് ആണ്. സോ ഡാറ്റാ സെറ്റ് വ്യൂബിൾ ആയി. ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാതിരിക്കുക, അത് അർച്ചീവ് ഫയൽ ആയിരിക്കും വരുന്നത്. മാക്സിമം ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു ഏരിയ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് CSV ഫയൽസ് നമുക്ക് എന്ത് ചെയ്ത് കിട്ടും, ഡൗൺലോഡ് ആയി കിട്ടും. സോ ഡൗൺലോഡ് ചെയ്യുന്നതിനുപരി ഈ ഒരു 3 ഡോട്ട്, ഈ ഒരു പോപ്പപ്പ് മെനു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഞാൻ സ്പീഡിൽ പറയുന്നില്ലല്ലോ. സ്പീഡിൽ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ, മെസ്സേജ് ഇട്ടാൽ മതി. സെയിം ആസ് നോട്ട്ബുക്ക്. ഗൂഗിൾ കൊളാബ് പോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട, കൊളാബിലേക്ക് പോകണ്ട. ന്യൂ നോട്ട്ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു നോട്ട്ബുക്ക് ജനറേറ്റ് ആവും. സോ ഇതിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്ത് പോകാം, റൺ ചെയ്ത് പോകാം. ഡാറ്റാ സെറ്റിനെ ഓൾറെഡി ഒരു ഡാറ്റാ സെറ്റ് എടുത്തിട്ടാണ് നമ്മൾ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഡാറ്റാ സെറ്റ് ഓൾറെഡി ഇവിടെ എന്തായിരിക്കും, കോൾഡ് ആയിരിക്കും. പിന്നെ ഈ ഡാറ്റാ സെറ്റിനെ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോഡ് ചെയ്യാം. ഷിഫ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ സെൽ ബൈ സെൽ എന്ത് ചെയ്യും, ജനറേറ്റ് ആയിട്ട് വരും. സോ ഇതിന്റെ കേസിൽ വേറൊരു കേസുകളുണ്ട്. സോ ഇവിടുത്തെ ഈ ഫയൽ ഓപ്ഷൻ ഇല്ലേ, ഓക്കെ, എങ്ങനെയായിരുന്നു ഡാറ്റാ സെറ്റ് ലോഡ് ചെയ്തിരുന്നത്?
ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമായിരുന്നോ? കൊളാബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടാണോ മാം ചെയ്തിരുന്നത് എല്ലാവരും? ഓക്കെ, ഡ്രൈവിലേക്ക് ലോഡ് ചെയ്തിട്ട്. അപ്പൊ ഡ്രൈവ് മൗണ്ട് ചെയ്തിട്ടായിരുന്നല്ലേ ചെയ്തത് കൊളാബിൽ? ഓക്കെ, സോ ഇവിടെ ഡ്രൈവ് മൗണ്ട് ചെയ്യാതെ തന്നെ ഡാറ്റ സെറ്റ് കൊളാബിൽ നിന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യാം? കോൾ ചെയ്യാം. ഓക്കെ, അങ്ങനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ എടുക്കുക, ഓപ്പൺ ഇൻ കൊളാബ് കൊടുക്കുക, അല്ലെങ്കിൽ ലിങ്ക് ടു കൊളാബ് കൊടുക്കുക. ഞാനിപ്പോൾ ഓപ്പൺ ഇൻ കൊളാബാണ് കൊടുക്കുന്നത്. സോ കൊളാബിലേക്ക് എന്ത് ചെയ്യും? ഇത് ഡയറക്റ്റ്ലി ഓപ്പൺ ആവും. ഈ ഒരു ഫയൽ ഡയറക്റ്റ്ലി ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് റൺ ചെയ്യാം. അപ്പൊ ഡാറ്റ സെറ്റ് എന്ത് ചെയ്യുന്നില്ല? ഡ്രൈവിലേക്ക് കൊടുക്കുന്നില്ല, ഡ്രൈവ് മൗണ്ട് ചെയ്യുന്നില്ല, ഡൗൺലോഡ് ചെയ്യുന്നില്ല, ഈ പ്രോസസ്സ് ഒന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് കാഗിളിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടേക്ക് കോൾ ചെയ്യാണ്. അപ്പൊ ഇതെങ്ങനെ ലോഡ് ചെയ്യും എന്നുള്ള ഡൗട്ട് കാണും. സോ ലോഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. രണ്ട് ഫയൽ ഒന്ന് റൺ ചെയ്യാം. നമുക്കിത് ഒന്നുകൂടെ റൺ ചെയ്യണം. നമുക്ക് എന്ത് കിട്ടും? ഒരു ലിങ്ക് കിട്ടും. അതായത് കറന്റ് ഉള്ള ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് കിട്ടും. സോ വെബ്സൈറ്റിന്റെ എല്ലാ ഡാറ്റാ സെറ്റിന്റെ ലിങ്ക് കിട്ടും. സോ ഈ ഡാറ്റാ സെറ്റിന്റെ ലിങ്ക് എന്ത് ചെയ്യുക? ഈ ഫസ്റ്റ് ലിങ്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് സാധാ നമ്മൾ എങ്ങനെയാണോ ഡാറ്റാ സെറ്റിനെ കോൾ ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് ഇമ്പോർട്ട് pandas as വീഡിയോ കൊടുക്കുന്നു. ദെൻ ഡാറ്റ ഫ്രെയിം DF is equal to, യൂഷ്വലി അതാണ് എല്ലാവരും കൊടുക്കാറ്. പഠിക്കുന്ന ടൈമിൽ എല്ലാവരും കൊടുക്കാറ് DF എന്നാണ്, ഡാറ്റ ഫ്രെയിം എന്നാണ് അതിൻ്റെ അർത്ഥം. സോ അന്ന് എല്ലാവരും കൊടുക്കാറ് DF is equal to എന്ത് ചെയ്യുന്നു? PD ഡോട്ട് റീഡ് CSV പറഞ്ഞു കൊടുക്കുന്നു, കോഡ്സ് ഇടുന്നു. ഈ ഒരു ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് DF ഡോട്ട് നമുക്ക് എന്ത് ചെയ്യും? ഡാറ്റ സെറ്റ് ഇവിടെ കോളായി കിട്ടും. ഓക്കെ, സോ ഈ രീതിയിലും എന്ത് ചെയ്യാം? ഡാറ്റ അക്വിസിഷൻ നമുക്ക് ചെയ്യാം. ഡാറ്റ ഗ്യാദർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ ഡാറ്റ അക്വിസിഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഡാറ്റ അക്വിസിഷൻ പ്രോസസ്സ് നമുക്ക് ഈ രീതിയിലും ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? കാഗിളിൽ നിന്ന് കൊളാബിലേക്ക് ഡാറ്റ സെറ്റിനെ കോൾ ചെയ്തെടുക്കാം. ഈ ഒരു വേയിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. മാം, ഈ ഞാനിപ്പോൾ എടുത്ത ഡാറ്റ സെറ്റ് ആണോ ടൈം എടുക്കുന്നത്? പ്രസീത മാം, ഇല്ല സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഇട്ട മെസ്സേജ് കറക്റ്റ് ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, സോറി മാം, സോറി. സോ ഇത് ചെയ്ത് നോക്കുന്നുണ്ടോ മാം എൻ്റെ കൂടെ? ഇല്ല ഇല്ല. ഓക്കെ, സോ ഇത് ലോഡിംഗ് ടൈം ഒരുപാട് എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാം, ഇത് ജസ്റ്റ് ഈ ഡാറ്റ സെറ്റിന്റെ ലൈക്ക് ഒരു എന്താ സൈസ്, ഡാറ്റാ സെറ്റിന്റെ സൈസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ലോഡിങ്ങിന്റെ കേസ് വരുന്നത്. ഇപ്പോൾ കൊളാബിലേക്ക് നമുക്ക് വലിയ സൈസ് ഡാറ്റാ സെറ്റുകളും കൊടുത്ത് വർക്ക് ചെയ്യാം. ഓക്കെ, അതായത് മെഷീൻ ലേണിംഗ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഈ ഗൂഗിൾ കൊളാബ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡീപ്പ് ലേണിംഗ് ചെയ്യാനൂടെ വേണ്ടിയിട്ടാണ് ഗൂഗിൾ കൊളാബ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ റൺ ടൈം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ CPU-ലാണ് കറന്റ് നമ്മുടെ ലാപ്പിന്റെയും കൂടെ CPU-ലായിരിക്കും എന്ത് ചെയ്യുന്നത്? അതായത് ലാപ്പിന്റെ അല്ല, ക്ലൗഡിന്റെ CPU-ലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഗൂഗിൾ കൊളാബ് റൺ ആവും. ഇത് നമുക്ക് ഒരു ക്ലൗഡ് GPU-ലേക്ക് മാറ്റാൻ പറ്റും. എന്റെ റൺ ടൈം ഡിസ്കണക്ട് ചെയ്തിട്ട് ഇത് T4 GPU എന്ന് പറയുന്ന ഏരിയയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ വലിയ ഡാറ്റാ സെറ്റുകൾ എടുത്തിട്ട് ഡീപ്പ് ലേണിംഗ് മോഡൽ, അതായത് ഇപ്പോൾ ഫേസ് റെക്കഗ്നിഷൻ ആയിക്കോട്ടെ, NLP നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ വലിയ വലിയ ഏരിയാസിലേക്ക് നമ്മൾ പോകുമ്പോൾ വീഡിയോ ഫേക്ക് ആയിട്ടുള്ള വീഡിയോ ഡിറ്റക്ട് ചെയ്യാനുള്ള കേസസ് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? GPU യൂസ് ചെയ്യാം. കൊളാബിന്റെ GPU ആക്സിലറേഷൻ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. ഇച്ചിരൂടെ സ്പീഡായിരിക്കും, CPU-നെക്കാട്ടിലും സ്പീഡായിരിക്കും എന്ത്? GPU എന്ന് പറയുന്നത്. സോ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 12 മണിക്കൂർ എന്ത് കിട്ടും? ഫ്രീ ടയർ കിട്ടും കൊളാബിന്റെ. കൊളാബ് ഫുള്ളി ഫ്രീ അല്ല, അതായത് ഓട്ടോ എക്സോസ്റ്റ് ആവും. GPU-ലേക്ക് പോകുമ്പം CPU-ൽ വർക്ക് ചെയ്യും, പക്ഷെ CPU-ൽ വർക്ക് ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ട്. വലിയ വലിയ കോഡുകൾ ചെയ്യുവാണെങ്കിലോ ഇല്ലെങ്കിൽ വലിയ മോഡൽസിനെ നമ്മൾ ബിൽഡ് ചെയ്യുവാണെങ്കിലോ എന്ത് പറ്റും? കൊളാബ് അടിച്ചു പോകും. ഓക്കെ, കൊളാബ് ക്രാക്ക് ആകുമെന്ന് വർക്ക് ചെയ്യത്തില്ല. സോ GPU-ൽ വർക്ക് ചെയ്യുമ്പം ഒരു 12 hour ഓഫ് എന്ത് കിട്ടും? കോട്ടം നമുക്ക് കിട്ടും. 12 മണിക്കൂർ കണ്ടിന്യൂസ്ലി വലിയ മോഡലുകളെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൊളാബ് യൂസ് ചെയ്യാം. 12 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നീട് നെക്സ്റ്റ് ഡേയിലായിരിക്കും ചിലപ്പോൾ അത് വർക്ക് ചെയ്യുന്നത്.
സോ ടൈം ലിമിറ്റ് കാര്യങ്ങളുണ്ട്, അതൊക്കെ വെച്ചിട്ടായിരിക്കും കൊളാബ് വർക്ക് ചെയ്യുന്നത്. Then, ഞാൻ പറഞ്ഞു വന്നത് ഹഗിങ് ഫേസിന്റെ കേസാണ്. അപ്പം ഹഗിങ് ഫേസ് പറഞ്ഞിട്ടുണ്ടോ നേരത്തെ ആരെങ്കിലും? ഹഗിങ് ഫേസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. സോ ഹഗിങ് ഫേസ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ നമ്മളിപ്പോ ജസ്റ്റ് GPT എടുക്കും. ഈ GPT എടുക്കുന്നത്, GPT എന്ന് പറയുന്നത് ഒരു മോഡലാണ്. ചാറ്റ് GPT എന്ന് പറയുന്നതാണ് ടൂള്. GPT എന്ന് പറയുന്നത് എന്താണ്? ഒരു AI മോഡലാണ്. മോർ ഓവർ അതൊരു ഡീപ്പ് ലേണിംഗ് മോഡലാണ്. ഓക്കെ, മെഷീൻ ലേണിംഗ് മോഡൽ അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ് മോഡൽ എന്നൊക്കെ പറയും. ഇപ്പൊ മെഷീൻ ലേണിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ് മോഡൽസ് എന്നൊക്കെ നമുക്ക് പറയാം. ജനറേറ്റീവ് AI മോഡൽസ് ആണ് ഇത്. ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് പൈത്തണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, ദെൻ ജനറേറ്റീവ് AIയിലേക്കാണ് വരുന്നത്. സോ GPT ബേസിക്കലി എന്താണ്? ഒരു മോഡലാണ്. ഈ GPT മോഡൽ പോലുള്ള ഇഷ്ടംപോലെ മോഡൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹഗിങ് ഫേസിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഇതെന്താണ്? ഒരു ഡെവലപ്പേഴ്സിന്റെ കമ്മ്യൂണിറ്റിയാണ്. ഈ സ്റ്റാക്ക് ഓവർഫ്ലോ ഇല്ലെങ്കിൽ റെഡിറ്റ്, ഗിറ്റ്ഹബ് ഇതുപോലൊക്കെയുള്ള ഗിറ്റ്ഹബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൊജക്റ്റുകൾ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഗിറ്റ്ഹബ് എല്ലാവർക്കും ഫെമിലിയർ അല്ലേ? ഗിറ്റ്ഹബ് ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഗിറ്റ്ഹബും കാണിച്ചു തരാം. ഫെമിലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഗിറ്റ്ഹബും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗിറ്റ്ഹബ്, സ്റ്റാക്ക് ഓവർഫ്ലോ ഫെമിലിയർ ആണോ എല്ലാവർക്കും ഗിറ്റ്ഹബ്? യെസ്. ഓക്കെ, സോ ഫെമിലിയർ അല്ലാത്തവരുണ്ട്. സോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സെഷൻസ് കഴിയുന്നതിന്റെ മുന്നേ ഞാൻ ഗിറ്റ്ഹബും കാണിച്ചു തരാം. സോ ഗിറ്റ്ഹബ് പോലെ തന്നെ അല്ലെങ്കിൽ സ്റ്റാക്ക് ഓവർഫ്ലോ, റെഡിറ്റ്, ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം പോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയാണ് എന്ത്? ഹഗിങ് ഫേസ് എന്ന് പറയുന്നത്. അതിൽ ഇഷ്ടം പോലെ എന്തുണ്ട്? മോഡലുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്താ? നമ്മൾ ഇതൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ജെമിനി ആണെങ്കിലോ ചാറ്റ് GPT ആണെങ്കിലോ ഏറ്റവും കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ നെയിമുകൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്ലൗഡ് AI എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കറന്റ് എൻ്റെ കോട്ട ലിമിറ്റ് തീർന്നിരിക്കുകയാണ്. 8:30 ഇത് റിന്യൂ ആവത്തും. ഓക്കെ, സോ ഈ ഒരു ടൂളാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. കറന്റ് മാർക്കറ്റിലുള്ള എല്ലാ AI ടൂൾസിനെക്കാട്ടിലും ബെറ്റർ, ഹലൂസിനേഷന് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഏറ്റവും ബെറ്റർ ആയിട്ട് ഔട്ട് തരുന്ന ഒരു ടൂളാണ് ക്ലൗഡ് AI എന്ന് പറയുന്നത്. CLIUDE.ai. ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ നമുക്ക് തരും. അതായത് എല്ലാവർക്കും എന്ത് ചെയ്യാം? ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാം. ഒരു അബ്സ്ട്രാക്ട് ഇതിലേക്ക് എടുത്തിട്ട് കൊടുത്താൽ ഇതിനൊരു കോട്ടയുണ്ട്. ആ കോട്ട ലിമിറ്റ് കഴിയുമ്പോൾ തീരും. എന്നാൽ പോലും നിങ്ങൾക്ക് ഒരു ബേസ് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടൂൾ വെച്ചിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രമല്ല, ഇത് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. Lovable.ai എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, ഈ Lovable AIയിലാണെങ്കിലും നമുക്ക് പ്രീമിയം ടച്ചിലുള്ള യൂസർ ഇന്റർഫേസുകൾ ബിൽഡ് ചെയ്യാൻ പറ്റും. UI ഡിസൈൻസ് എന്ത് ചെയ്യാൻ പറ്റും? ബിൽഡ് ചെയ്യാൻ പറ്റും. UI ഡിസൈൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ പ്രോംപ്റ്റുകൾ കൊടുത്താൽ മതി. സോ പ്രോംപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇപ്പം ഞാൻ കൊടുത്ത പ്രോംപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. സോ എന്താണോ ഞാൻ കൊടുത്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള, സോ എനിക്ക് വരുന്ന പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോംപ്റ്റുകളാണ് ഇതിലേക്ക് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. സോ പ്രോംപ്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള ഔട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് എന്ത് ചെയ്തിരിക്കുക? നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഇത് പ്രൊജക്റ്റാണ്, ഒരു ഫുൾ സ്റ്റാക്ക് പ്രൊജക്റ്റാണ് ഇത്. ഇതിന്റെ ബാക്ക് എൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡാറ്റാബേസും ഉണ്ട്. സൂപ്പർ ബേസ് എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസും ഉണ്ട്. സോ ഇതിലേക്ക് നമ്മൾ ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിന്റെ സ്റ്റുഡൻസിനാണെങ്കിൽ ഇത് പരിചയപ്പെടുത്തി കൊടുക്കാം. ഒട്ടുമിക്ക സ്റ്റുഡൻസിനും ഇതറിയാം ഇപ്പോൾ. സോ ഇതിലേക്ക് നമ്മൾ ഒരു അബ്സ്ട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പ്രൊജക്റ്റ് എന്ത് ചെയ്യും? ഇവിടേക്ക് കിട്ടും. ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്, ഡാറ്റാബേസ് എല്ലാം ഉൾപ്പെടെയുള്ള ഒരു പ്രൊജക്റ്റ് നമുക്ക് ഇവിടേക്ക് കിട്ടും. ഓക്കെ, പക്ഷെ ഇവിടെ തന്നെ നമുക്കിത് പബ്ലിഷ് ചെയ്ത് കാണിക്കേണ്ടി വരും. നമുക്ക് ലോക്കലി ഇത് വർക്ക് ചെയ്യണമെങ്കിൽ കോഡെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോൾ കോഡുണ്ട് നമുക്കിതിൽ, എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടുള്ള കോഡ്. ഇത് ബേസിക്കലി റിയാക്റ്റ് ആണ്. റിയാക്ട്, Next.js ബേസ് ചെയ്തിട്ടുള്ള കോഡുകളാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കോഡുകൾ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ലോക്കലി ഈ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാം. സോ ഈ ടൂളുകളെല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വന്നത് ഹഗിങ് ഫേസ് ആണ്. സോ ഈ മോഡൽസിനെയൊക്കെ യൂസ് ചെയ്യുമ്പം കോട്ട എക്സീഡ് ആവും. കോട്ട എക്സീഡ് ആവാതിരിക്കാൻ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ചാറ്റ് GPT പോലുള്ള മോഡലിനെ നമുക്ക് തന്നെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എവിടേക്ക് പോവാം? ഹഗിങ് ഫേസിലേക്ക് പോവാം. സോ ഹഗിങ് ഫേസിൽ അക്കൗണ്ട് എടുക്കുന്നതിന് കുറച്ചധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്.
സോ ഇതായിരിക്കും ഹഗിങ് ഫേസിന്റെ ഹോം പേജ്. ഓക്കെ, ഹഗിങ് ഫേസിന്റെ ഹോം പേജ് ഇതാണ്. ഇപ്പം ഞാൻ സൈൻ അപ്പ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ട് ജസ്റ്റ് സൈൻ അപ്പ് ചെയ്യാം. മെയിൽ ഐ ഡിയിൽ കിട്ടില്ല. ഓൾറെഡി എക്സിസ്റ്റ്. ജസ്റ്റ് അക്കൗണ്ട് എടുക്കുന്ന പ്രൊസീജിയർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓൾറെഡി എനിക്ക് ഇതിൽ അക്കൗണ്ട് ഉണ്ട്. സോ പ്രൊസീജിയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എല്ലാവർക്കും. ഒരു മെയിൽ ഐ ഡി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് യൂസർ നെയിം പാസ് ചെയ്യാം. ബാക്കി എല്ലാം ഓപ്ഷനിലാണ്. ഇതെല്ലാം ഓപ്ഷനിലാണ്. ഈ പ്രൊഫൈലുകളെല്ലാം ഓപ്ഷനിലായിരിക്കും. സോ ടേംസ് ആൻഡ് പോളിസീസ് ക്ലിക്ക് ചെയ്യുക. യൂസർ നെയിം നോട്ട് വാലിഡ്. യൂസർ നെയിം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റിയിൽ മൊത്തത്തിൽ എല്ലാവർക്കും കാണിക്കുന്ന ഒരു യൂസർ നെയിം ആയിരിക്കും. സോ ഓൾറെഡി ഇപ്പോൾ അർജുൻ ഇല്ലെങ്കിൽ ഇപ്പം ആരുടെങ്കിലും ഒരു നെയിം കൊടുത്ത് യൂഷ്വൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടണമെന്നില്ല. സോ അതുപോലെ മറ്റൊരു യൂസർ എക്സിസ്റ്റിംഗ് ആയിരിക്കും. സോ യൂസർ നെയിം എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത്രയും അടിച്ചു കൊടുത്തിട്ടും അത് കിട്ടുന്നില്ല. ഓക്കെ, ദെൻ എന്ത് വരും? റോബോട്ട് അല്ല എന്ന് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂഷ്വലി എല്ലാ വെബ്സൈറ്റിലും വരുന്ന പോലെ റോബോട്ട് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കേസസ് വരും. പ്ലീസ് ക്ലിക്ക് ഓൺ ദി തിങ്സ് ദാറ്റ് ക്യാൻ ഗ്ലൈഡ് ഓൺ ഹിയർ. ഓക്കെ, നമുക്കൊരു കൺഫർമേഷൻ ഇമെയിൽ എവിടേക്ക് വരും? കറന്റ് നമ്മൾ കൊടുത്ത മെയിലിലേക്ക് വരും. സോ മെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹഗിങ് പേജിന് ഒരു കൺഫർമേഷൻ മെയിൽ വരും. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും എന്ത് വരും? ഒരു എന്ത് റോബോട്ട് അല്ലാന്ന് തെളിയിക്കാനുള്ള ഒരു കേസ് അവിടെയും വരും. ഓക്കെ, സോ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡിസ്മിസ് ചെയ്യുക. ഓൾറെഡി ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. മെയിൽ വരും, മെയിൽ വന്നിട്ട് അത് കൺഫേം ചെയ്താൽ മതി. സോ ഡിസ്മിസ് ചെയ്യുക. ദെൻ ഇതാണ് മോഡൽസ് എന്ന് പറയുന്ന സെക്ഷൻ. അതായത് ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടും, ഏതൊരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള, അതിപ്പോൾ മെഷീൻ ലേണിംഗ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ് ചെയ്യുന്നു. ഡീപ്പ് ലേണിംഗ് ചെയ്യുമ്പോൾ എല്ലാം സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കുകയാണ്. അല്ല, മെഷീൻ ലേണിംഗ് ആണെങ്കിലും അൽഗോരിതം ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്തത് സ്ക്രാച്ചിൽ നിന്ന് എന്ത് ചെയ്യാണ്? കോഡ് ബിൽഡ് ചെയ്തെടുക്കുകയാണ്, എന്നിട്ട് മോഡലിനെ ബിൽഡ് ചെയ്യാണ്. ഇവിടെ എന്തുണ്ട്? നമുക്ക് വേണ്ട ഫ്രെയിം വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡലുകൾ നമുക്ക് ഇപ്പോൾ പൈടോർച്ച് ആണെങ്കിൽ പൈടോർച്ച്, അല്ലെങ്കിൽ ടെൻസർഫ്ലോ ആണെങ്കിൽ ടെൻസർഫ്ലോ ബേസ് ചെയ്തിട്ടുള്ള, ട്രാൻസ്ഫോമേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്ഫോമേഴ്സ്, ടെൻസർഫ്ലോ, പൈടോർച്ച് എന്നൊക്കെ പറയുന്നത് ഡീപ്പ് ലേണിംഗ് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഫ്രെയിം വർക്കുകളാണ്, അല്ലെങ്കിൽ ലൈബ്രറീസ് എന്നും പറയാം. ബേസിക്കലി ഇതൊക്കെ ഫ്രെയിം വർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ ലൈബ്രറീസ് ഇതൊക്കെ നമ്മൾ കോൾ ചെയ്ത്, തേർഡ് പാർട്ടിയാണ് കോൾ ചെയ്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ലൈബ്രറീസ് എന്ന് നമുക്ക് പറയാം. സോ ഇതെല്ലാം ബേസ് ചെയ്തിട്ടുള്ള, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മുടെ ഫോണിലെ ഫേസ് റെക്കഗ്നീഷൻ വർക്ക് ചെയ്യുന്നത് പോലും ഈ ഡീപ്പ് ലേണിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. CNN എന്ന് പറയുന്ന ഒരു ഫേസ് റെക്കഗ്നീഷൻ ആർക്കിടെക്ചർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബേസിക്കലി ഫേസ് റെക്കഗ്നീഷൻസ് വർക്ക് ആവുന്നത്. ഓക്കെ, ഇപ്പൊ ഫേസ് റെക്കഗ്നീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും? സോറി, ഈ മോഡൽസ് ഒക്കെ വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാം. ആരെങ്കിലും
ടീച്ചബിൾ മെഷീൻ കണ്ടിട്ടുണ്ടോ? ഞാൻ ഹഗിംഗ് ഫേസിലേക്ക് വരാം. ടീച്ചബിൾ മെഷീൻ എനിവൺ? ഗൂഗിളിന്റെ ടീച്ചബിൾ മെഷീൻ. ഇല്ല. സോ ഗൂഗിളിന്റെ ഓൾറെഡി ഞാൻ ഇവിടെ ബുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗൂഗിളിന്റെ ടീച്ചബിൾ മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിയൽ ടൈം ആയിട്ട് ഒരു ഫേസ് റെക്കഗ്നിഷൻ മോഡലിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇമേജിനെ റെക്കഗ്നൈസ് ചെയ്യാം. ഇമേജിനല്ല, ബേസിക്കലി ഒബ്ജക്റ്റുകളെ ഡിറ്റക്ട് ചെയ്യാം. സോ ജസ്റ്റ് ഇതാണ് ടീച്ചബിൾ മെഷീൻ എന്ന് പറയുന്ന ഏരിയ. ടീച്ചബിൾ മെഷീൻ സെർച്ച് ചെയ്താൽ മതി. ടീച്ചബിൾ മെഷീൻ, ടീച്ചബിൾ മെഷീൻ ഗൂഗിളിന്റെ ആണ്. ടീച്ചബിൾ മെഷീൻ എടുക്കുക. ദെൻ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഒരു ന്യൂ പ്രൊജക്ട് ബിൽഡ് ചെയ്യാണ്. ഓഡിയോ ഡിറ്റക്ട് ചെയ്യാനുള്ള പ്രൊജക്ട് ബിൽഡ് ചെയ്യാം. പോസ് ഡിറ്റക്ട് ചെയ്യാനുള്ള പ്രൊജക്ട് ബിൽഡ് ചെയ്യാം. ഇമേജ് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു പ്രൊജക്ട് നമുക്ക് ബിൽഡ് ചെയ്യാം. സോ ഇമേജ് പ്രൊജക്ട് എടുത്തു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. എംബഡഡ് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് മൈക്രോ കൺട്രോളേഴ്സ് കാര്യങ്ങളൊക്കെ സെൻസേഴ്സ് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന കേസാണ് എംബഡഡ്. IoT ബേസ് ചെയ്തിട്ട് പോകും ഇതെല്ലാം. ഓക്കെ, നമ്മൾ സ്റ്റാൻഡേർഡ് മോഡൽസ് ആയിരിക്കും നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡേർഡ് മോഡൽസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ സ്റ്റാൻഡേർഡ് ഇമേജ് മോഡൽ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. ദെൻ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ക്ലാസ് കൊടുക്കണം. ഇപ്പോൾ അർജുൻ എന്ന് പറയുന്നൊരു ക്ലാസ് കൊടുക്കുകയാണ്. അർജുൻ എന്ന് പറയുന്ന ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ വെബ്കാം ഓപ്പൺ ചെയ്യാം. വെബ്കാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യാം? എനിക്ക് ഹോൾഡ് റെക്കോർഡ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇമേജിന്റെ ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും? കോപ്പീസ് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. ഓക്കെ, സോ എത്ര കോപ്പീസ് വേണമെങ്കിലും എടുക്കാം. എത്രത്തോളം കോപ്പീസ് കൂടുന്നു? മെസ്സേജ് വന്നതില്ലയാണ്. ഓക്കെ, സോ എത്രത്തോളം കോപ്പീസ് കൂടുന്നു അതിനനുസരിച്ച് ആക്യുറസി എന്ന് പറയുന്ന ഒരു കേസ് ചെയ്ത് കാണുമല്ലോ മെഷീൻ. ഹലോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഹലോ, ഓക്കെ, ഇല്ല. സോ എത്രത്തോളം കോപ്പീസ് എടുക്കുന്നു അത്രത്തോളം എന്ത് ചെയ്യാൻ പറ്റും? ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇമേജിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ ഒരു സാമ്പിളേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ സാമ്പിൾസ് ഞാൻ എൻ്റെ പേര് തന്നെ ഇട്ടിട്ട്, അതായത് ഇപ്പം അഭിനന്ദൻ, എന്നിട്ട് എന്ത് ചെയ്യണം? എൻ്റെ ഇമേജ് തന്നെ കൊടുക്കുക. വേറെ ആരുമില്ല ഇവിടെ. സോ എൻ്റെ ഇമേജ് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? പ്രൊവൈഡ് ചെയ്യാണ്. സോ സാമ്പിൾസ് എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? ആക്യുറസി കിട്ടും. KNN കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ആക്യുറസി എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. സോ എത്രത്തോളം മോഡലിനെ ആക്യുറേറ്റ് ആക്കാൻ പറ്റും അത്രത്തോളം ആക്യുറസി നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇപ്പോൾ മോഡലിനെ ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മോഡൽ എന്താവണം? ജനറലൈസ്ഡ് ആവണം എന്ന് പറയും. ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു മോഡൽ ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? പെർഫോം ചെയ്യത്തുള്ളൂ. സോ 2 സാമ്പിൾസ്, 2 2 കൂടുതൽ സാമ്പിൾസോ ആർക്ക് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം. ദെൻ ട്രെയിൻ മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ, സോ ട്രെയിനിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, കോഡ് എഴുതി മോഡലിനെ ഡെവലപ്പ് ചെയ്തില്ലേ എല്ലാവരും? മെഷീൻ ലേണിംഗ് മോഡലിനെ, KNN മോഡലിനെ ഒക്കെ ബിൽഡ് ചെയ്തില്ലേ? അത് എന്ത് ചെയ്യാണ്? ഈ ടൂൾ ചെയ്യുക. ഓക്കെ, ഇത് ഒരുപാട് സാമ്പിൾസ് പോകുമ്പോൾ എന്ത് ചെയ്യും? ക്രാഷ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ കോഡ് എഴുതി നമ്മൾ ജനറേറ്റ് ചെയ്ത കാര്യങ്ങൾ ഒരു AI ടൂൾ വെച്ചിട്ട്, ടീച്ചബിൾ മെഷീൻ എന്ന് പറയുന്ന ഒരു ടൂൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ജനറേറ്റ് ചെയ്യാണ്. ഹലോ, ആരുടെയോ ഓഡിയോ അൺമ്യൂട്ട് ആയിരുന്നു. സോ ആരെങ്കിലും എന്തെങ്കിലും? ഇത് ഫ്രീ ആണ് മാം. ഇത് ഫ്രീ ആണ്. അതിന് ലിമിറ്റ് കാര്യങ്ങളില്ല. നമുക്കിത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഡെവലപ്പ് ആകുന്നതനുസരിച്ച് കോഡും നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇവിടെ എന്താണ്? അഡ്വാൻസിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈപോക്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തെടുക്കാം? ഈപോക്ക് മീൻസ് ട്രെയിനിങ്ങിന്റെ ടൈമാണ്. ട്രെയിനിങ് ടൈം മീൻസ് ഡാറ്റ, കൊടുത്തിരിക്കുന്ന ഡാറ്റ എത്ര വട്ടം ട്രെയിൻ ചെയ്യണം. ഞാൻ 50 വട്ടമാണ് ചെയ്തിരിക്കുന്നത്. 16 ബാച്ച് ആയിട്ട് എടുത്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ സെയിം എൻ്റെ ഇമേജ് തന്നെ ആയതുകൊണ്ട് എന്താണ് അതിൽ പല ഡിഫറൻസുകളും ഇങ്ങനെ വരാം. ഇങ്ങനെ അഭിനാവാം, അർജുനാവാം, രണ്ടിലും എൻ്റെ ഇമേജ് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പല ഡിഫറൻസും വരാം. സോ ഇത് ഫ്രീ ആണ്. ഇത് ഇതുപോലുള്ള മോഡൽസ് ജനറേറ്റ് ചെയ്യും, മോഡലിനെ എക്സ്പോർട്ട് ചെയ്യാം. മോഡലിനെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഡാണിത്. ഓക്കെ,
ഇത് ജാവാസ്ക്രിപ്റ്റിന്റെ കോഡാണ്. ടെൻസർഫ്ലോ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? പൈത്തന്റെ കോഡ് കിട്ടും. ഓക്കെ, അതായത് ഇത് ടെൻസർഫ്ലോ ആയത്. ടെൻസർഫ്ലോ എന്ന് പറയുന്നത് ഫ്രെയിം വർക്കാണ്. ടെൻസർഫ്ലോയിലാണ് ടീച്ചബിൾ മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് ഫ്രെയിം വർക്കിൽ ഡീപ് ലേണിംഗ് വർക്ക് ചെയ്യാം, പൈടോർച്ച്, ടെൻസർഫ്ലോ. സോ ഈ ടെൻസർഫ്ലോയ്ക്കുള്ളിൽ തന്നെ കേറാസ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. കേറാസ് ബേസ് ചെയ്തിട്ടും വർക്ക് ചെയ്യും, അതുപോലെ തന്നെ ഓപ്പൺ സി ബി ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. ഈ ഓപ്പൺ സി ബി എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്യാമറ ആക്സസ് ചെയ്യാനും ഇമേജിനെ ലോഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഓപ്പൺ സി ബി എന്ന് പറയുന്ന ഈ ഒരു ലൈബ്രറി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്പൺ സി ബി പൈത്തൺ എന്ന് പറയും. ഈ ഒരു ലൈബ്രറി വെച്ചിട്ട് നമുക്ക് ക്യാമറ കാര്യങ്ങൾ ആക്സസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ തന്നെ കാണാൻ പറ്റും റിവ്യൂ എടുത്തിട്ട്. അതായത് ഈ കോഡ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രം വർക്ക് ചെയ്യത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഡിപ്പെൻഡൻസീസ് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ എന്തെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അത് രുചികരമാവണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളെല്ലാം ചേരണ്ടേ. അതുപോലെ തന്നെ ഇത് നമ്മൾ ഡയറക്റ്റ് കോപ്പി ചെയ്ത് എവിടെയെങ്കിലും ഒരു ഐഡിയിൽ, ഇപ്പൊ VS കോഡ് പോലുള്ള ഏതെങ്കിലും ഒരു ഐഡിയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ചധികം ഈ 3 ലൈബ്രറികളും ലോക്കലി ഇൻസ്റ്റാൾ ചെയ്യണം, എന്നാൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കാണിക്കാം. ഈ ഒരു വെബ്സൈറ്റിൽ ഇത് നമുക്ക് പ്രോപ്പറായിട്ട് കാണിക്കാം. ഓക്കെ, ഇത് വർക്ക് ചെയ്തെടുക്കാം. കോഡ് ഈ എക്സ്പോർട്ട് മോഡൽ എന്ന് പറയുന്നിടത്തുനിന്ന് നമുക്ക് കിട്ടും. ഇത് മൊബൈൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. ടെൻസർഫ്ലോ ലൈറ്റ് എന്ന് പറയുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൊബൈൽ ആപ്ലിക്കേഷൻസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെൻസർഫ്ലോ ലൈറ്റ് എടുക്കുന്നത്. ടെൻസർഫ്ലോ ആണ് പൈത്തൺ, ഇത് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, സോ ടീച്ചർ മെഷീൻ അത് ലോഡ് കൂടിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി കോഡ് ജനറേറ്റ് ചെയ്യും. അത് കറന്റ് ഇപ്പൊ എന്റെ കറന്റ് ക്യാമറയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ എക്സ്റ്റേണൽ ക്യാമറാസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ലാപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. അല്ലാതെ ഇവിടെ ചെയ്യുന്ന കോഡ് നമ്മുടെ ഫോൺ ക്യാമറയിൽ വരില്ല. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്റ്റേണൽ ക്യാമറ എന്തെങ്കിലും ഉണ്ട്, വെബ് ക്യാംസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും അത് നമുക്ക് പോസിബിൾ ആയിരിക്കും, കാണാൻ പറ്റും. ഓക്കെ മാം, ഓക്കെ. ഓക്കെ, സോ നമ്മൾ ഹഗ്ഗിങ് ഫേസിന്റെ കേസാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ പെട്ടെന്ന് ഡൈവേർട്ടായിട്ട് ടീച്ചബിൾ മെഷീനിലേക്ക് പോയത്. പെട്ടെന്ന് ഞാനത് ഓർത്തപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി, അതുകൊണ്ടാണ് അതിലേക്ക് പോയത്. സോ ഹഗ്ഗിങ് ഫേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട്, അതായത് ഒരു ചാറ്റ് ബോട്ടിനെയൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കോഡുകൾ ഇവിടെ കിട്ടും. ഓക്കെ, സോ ബേസിക്കലി ഇപ്പൊ ഞാനൊരു മോഡലിനെ എടുക്കുകയാണെങ്കിൽ ഓപ്പൺ എയുടെ ഒരു മോഡലിനെ എടുക്കുന്നു. ഓക്കെ, പ്രൈവസി ഫിൽറ്റേഴ്സ് ഇത് വേണ്ട. GPT OSS 120B, അതായത് 120 ബില്യൺ പാരാമീറ്റേഴ്സിൽ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഒരു GPT മോഡലായത്. 120 ബില്യൺ, അവിടെ 20 ബില്യൺ ഉണ്ട്. ഇവിടെ എത്ര പേര് ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരു ചാറ്റ് ബോർഡിനെ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഈ മോഡൽസിനെ ഒക്കെ എടുത്തിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക്. ഓക്കെ, 1 മിനിറ്റ്, ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. ഓക്കെ, സോ ഇവിടേക്ക് വന്നാൽ യൂസ് ദിസ് മോഡൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. യൂസ് ദിസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഗൂഗിൾ കൊളാബിലേക്ക് ഡയറക്റ്റ് എടുക്കാം. ഇത് കഴിഞ്ഞ് കുറേയധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ എന്ത് ചെയ്യാം? ഹഗ്ഗിങ് ഫേസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓൾറെഡി പ്രീ ട്രെയിൻഡ് മോഡൽസ് എന്ന് പറയും. ഇതിനെയെല്ലാം നമ്മൾ എന്ത് പറയും? പ്രീ ട്രെയിൻഡ് മോഡൽസ് എന്ന് പറയും.
സോ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇതെല്ലാം ഏറ്റവും ബേസ് ആണ്. ഓക്കെ, അതായത് 1.5 മണിക്കൂർ പോരാ എന്ത് ചെയ്യാൻ, ഇതുപോലൊരു മോഡലിനെ ബിൽഡ് ചെയ്യാൻ പറഞ്ഞു തരാൻ. അതായത് നമുക്ക് ടൈമൊക്കെ കിട്ടുവാണെങ്കിൽ, ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരു FTPs വരുവാണെങ്കിൽ, ടൈം കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് എല്ലാരെയും കൊണ്ട് ബിൽഡ് ചെയ്യിപ്പിച്ചിട്ട് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ചാറ്റ് ബോട്ടിനെ ബിൽഡ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ആക്കാൻ പറ്റും. ഒരു പേഴ്സണലൈസ്ഡ് ചാറ്റ് ബോട്ട് നിങ്ങളുടെ ഡാറ്റാസ് കൊടുത്തിട്ട്, നിങ്ങളുടെ തന്നെ ഡാറ്റാസ് കൊടുത്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളാണെങ്കിലും, ഇല്ലെങ്കിൽ ഇപ്പം അക്കാഡമിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയാനാണെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു PDF കൊടുക്കുന്നു, റാഗ് എന്നൊക്കെ പറയും. PDF കൊടുക്കുന്നു, PDF കൊടുത്തിട്ട് ആ PDFനെ അനലൈസ് ചെയ്യാൻ എന്താണ് ചെയ്യാറ്, ഇപ്പൊ ഞാൻ കാണിച്ച പോലത്തെ സെമാന്റിക് സ്കോളാർ ഇതുപോലുള്ള വെബ്സൈറ്റിലേക്കായിരിക്കും പോകാറ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ടൂൾ ഉണ്ടെങ്കിലോ, സ്വന്തമായിട്ടൊരു ടൂൾ നിങ്ങൾക്കുണ്ട്, ആ ടൂൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം, അത് ബിൽഡ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. നേരത്തെ ഒക്കെ ആണെങ്കിൽ ഒരു 2 year 3 year ബാക്ക് ഒക്കെ ആണെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു 5 year ബാക്ക്, ഓക്കെ, ബാക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ, ഇതൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും എന്ന് പറയുമായിരുന്നു. ഇപ്പം ഒട്ടും ടൈം എടുക്കത്തില്ല. ഓക്കെ, ഒട്ടും ടൈം എടുക്കാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. പ്രോംപ്റ്റ്സ് മാത്രം പഠിച്ചാൽ മതി. എങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കണം, ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ചാറ്റ് ബോട്ടുകൾ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ റാഗ്, നിങ്ങൾക്ക് PDFകൾ, വേർഡ് ഡോക്യുമെന്റ് സ്കാൻ ചെയ്യാനാണെങ്കിലോ സമ്മറൈസ് ചെയ്യാനാണെങ്കിലോ സ്വന്തമായിട്ടൊരു ടൂൾ ബിൽഡ് ചെയ്യാം, കോളേജിന് വേണ്ടിയിട്ട് ഒരു ടൂൾ ബിൽഡ് ചെയ്യാം. അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ ഇത് ബേസിക്കലി ഇത് ഡയറക്ട്ലി എന്ത് ചെയ്യും, കണക്ട് ആവും എവിടേക്ക് തന്നെ, അതായത് GPUയിലേക്ക് തന്നെ കണക്ട് ആവും. സോ ഇത് ജസ്റ്റ് എന്ത് ചെയ്യാണ്, ടെർമിനേറ്റ് ചെയ്തോട്ടെ. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ കൊളാബില് എൻ്റെ ഹഗ്ഗിങ് ഫേസിൽ നിന്നുള്ള, ഞാനിപ്പം കാഗിളിന്ന് ഡാറ്റ സെറ്റിനെ എടുത്ത പോലെ ഹഗ്ഗിങ് ഫേസിൽ നിന്നുള്ള മോഡൽ എൻ്റെ കൊളാബിൽ ലോഡാവും. ഓക്കെ, എൻ്റെ കൊളാബിൽ ലോഡാവും. ഇതിന്റെ ബാക്കി കോഡുണ്ട്. ഈ കോഡെല്ലാം ഓട്ടോ ജനറേറ്റഡ് കോഡാണ്. അങ്ങനെ ഒരു മോഡൽ OpenAI GPT-120B കോൾ ചെയ്തെടുക്കാനുള്ള ഓട്ടോ ജനറേറ്റഡ് കോഡുകളാണ്. ഇതിന്റെ ബാക്കി കോഡുകളുണ്ട്. ഇതിനെ എങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ചാറ്റ് ബോട്ട് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ചാറ്റ് ബോട്ടിനെ റാഗായിട്ട് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ള കോഡ് ഇനിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പറയാത്തത്. സോ ഹഗ്ഗിങ് ഫേസിനെ ഇങ്ങനെയായിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മൾ. ഹഗ്ഗിങ് ഫേസിനെ ഇത് കൊളാബിലേക്ക് എടുക്കുന്ന രീതി. പിന്നെ VS കോഡ് എന്ന് പറയുന്ന ടൂൾ ഉണ്ടല്ലോ, നമുക്ക് VS കോഡിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഹഗ്ഗിങ് ഫേസിനെ കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, VS കോഡിലേക്കും കോൾ ചെയ്യാം, കൊളാബിലേക്കും കോൾ ചെയ്യാം. കോൾ ചെയ്തിട്ട് നമുക്ക് ഇതിലെല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആരെങ്കിലും ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്ന, വെബ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ആന്റിഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ടൂള്. ഈ ടൂളിൽ ഒരു പ്രൊജക്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റൈറ്റ് സൈഡിൽ എന്തുണ്ട്, ഏജന്റ് ഉണ്ട്. ഈ ഏജന്റിനോട് പറഞ്ഞ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ആന്റിഗ്രാവിറ്റി എന്ന് പറയുന്ന ടൂള്, എനിവൺ ഈ ടൂളുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്താൻ കാരണം, ഞാൻ ഡെവലപ്മെന്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ടൂളുകളൊക്കെ ഞാൻ കൂടുതലും പരിചയപ്പെടുത്താൻ കാരണം. ഓക്കെ, സോ ഇനി ആരെങ്കിലും ഡെവലപ്പേഴ്സ് ആകണം എന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കറന്റ് നിങ്ങളുടെ ടീച്ചിങ് ജോബിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ടൂൾ, ആന്റിഗ്രാവിറ്റി എന്ന് പറയുന്ന ടൂള്. ഇത് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡയറക്ട്ലി ക്രോമിൽ നിന്ന് കിട്ടും. ആന്റിഗ്രാവിറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്കൊരു പ്രൊജക്ട് നമുക്ക് ഡയറക്റ്റ്, എന്ത് പ്രൊജക്റ്റ് ആണ് വേണ്ടത്, ജനറേറ്റ് എ പ്രൊജക്ട് ബേസ്ഡ് ഓൺ എന്തെങ്കിലും ഒരു ടോപ്പിക്. ഇപ്പൊ ഞാൻ സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് കൊടുക്കുന്നു. സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റം വിത്ത് ദ സ്റ്റാക്ക്, എന്ത് സ്റ്റാക്കിലാണ് എനിക്ക് ബിൽഡ് ചെയ്യേണ്ടത്. ഞാൻ പൈത്തൺ കൊടുക്കുന്നു, പൈത്തൺ ബാക്ക് എൻഡ് ആയിരിക്കും. ദെൻ ഫ്രണ്ട് എൻഡ് ഞാൻ റിയാക്ട് കൊടുക്കുന്നു. ആൻഡ് ഡാറ്റാബേസ് ഇപ്പം എന്ത് ചെയ്യാം,
പുറത്തുനിന്നുള്ളൊരു ഡാറ്റാബേസ് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ SQL ആഡ് ചെയ്യാം. ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാൻ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ പ്രൊജക്റ്റ് ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. ഞാനൊന്നും ചെയ്യണ്ട, കോഡൊന്നും ചെയ്യണ്ട, പ്രൊജക്റ്റ് ഇവിടെ ഡെവലപ്പ് ആവും. ഓക്കെ, പിന്നെ ഇത് റൺ ചെയ്യാൻ അറിഞ്ഞിരിക്കണം, എന്താണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം, ഇതിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം, അങ്ങനെയൊക്കെ കുറെ കേസസ് ഉണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം ഞാൻ ജനറേറ്റ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ട് ഓൾറെഡി ഒരു പ്രൊജക്ട് ഞാൻ വർക്കിംഗ് ആണ്. സോ അതുകൊണ്ടാണ് വേറെ വിൻഡോ എടുത്തിട്ട് ഞാനിത് ജനറേറ്റ് ചെയ്ത് കാണിക്കാത്തത്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ, ഗിറ്റ് ഹബ് കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ ഗിറ്റ് ഹബ് എന്ന് പറയുന്ന പ്ലാൻ, ഗിറ്റ് ഹബ് എന്ന് പറയുന്ന പ്ലാൻ ഇത് ഞാൻ ലോഗ് ഔട്ട് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഇതാണ് ഗിറ്റ് ഹബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഈ ഗിറ്റ് ഹബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ്ഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് റെപ്പോസിറ്ററീസ് ഉണ്ട്. റെപ്പോസിറ്ററീസ് മീൻസ് ഇപ്പൊ സ്റ്റുഡൻസ് കോളേജിൽ ചെയ്യുന്ന പ്രൊജക്റ്റ് ആണെങ്കിലോ, മിനി പ്രൊജക്ട്, മെയിൻ പ്രൊജക്ട് ഒക്കെ അവർ കൂടുതലും റെഫർ ചെയ്യുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നായിരിക്കും. ഗിറ്റ് ഹബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കും അവർ കൂടുതൽ റെഫർ ചെയ്യുന്നത്. ഓൾറെഡി ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, ബിൽഡ് ചെയ്ത പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്ത് കാണിക്കാൻ പറ്റും. അതായത് സിംപ്ലി ഇപ്പൊ ഞാൻ എന്താ ഫേസ് റെക്കഗ്നിഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് റെക്കഗ്നിഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളാണ് കിട്ടുക. അതായത് ഇതൊരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പ്രൊജക്റ്റാണ്. അതായത് ഇതൊരു പ്രൊജക്റ്റിന്റെ ഫയലാണ്. ഇതല്ല, ഞാൻ കോഡ് കൊടുത്താൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. സിപ്പായിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് റൺ ചെയ്യാം. അത് റൺ ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള മാനുവലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇതിന്റെ കൂടെ ഒരു റീഡ്മി ഫയലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും എങ്ങനെ ഈ പ്രൊജക്ട് റൺ ചെയ്യണം. ഫേസ് റെക്കഗ്നൈസ് ചെയ്യും. ഇതാണ് അതിന്റെ ഒരു ഓവർവ്യൂ വീഡിയോ. സോ ഇതെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതൊരു കമ്മ്യൂണിറ്റിയാണ്, ഡെവലപ്പേഴ്സിന്റെ കമ്മ്യൂണിറ്റിയാണ്. സോ ഡെവലപ്പേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊജക്റ്റുകൾ അപ്ലോഡ് ചെയ്യാം. ഇത് ആക്സസ് ചെയ്തിട്ട് സൈനപ്പ് ചെയ്തിട്ടിരുന്നാൽ മതി. സൈനപ്പ് ചെയ്തിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ വരും. പുതിയ പ്രൊജക്റ്റുകൾ വരുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ് ആണെങ്കിലും ഇതെല്ലാം എന്ത് ചെയ്യും, വന്നുകൊണ്ടേയിരിക്കും. ഞാനിപ്പം സൈൻ ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഹോം പേജ് എടുത്ത് കാണിച്ചതാണ്. സോ ഇതെല്ലാം എന്താണ്, യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസാണ്. ഓക്കെ, എനിക്ക് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്കും എന്തായിരിക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. പ്രൊജക്റ്റുകൾ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻസിന് പ്രൊജക്റ്റുകൾ റെഫർ ചെയ്ത് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇന്ന പ്രൊജക്ട് ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിലും ഇത് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ലേറ്റസ്റ്റ് പ്രൊജക്റ്റുകളെ ബേസ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താണ്, അപ്പം നമ്മൾ ഇന്ന് കുറച്ചധികം ടൂളുകൾ ചെക്ക് ചെയ്തു. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ 8:30 ആയി. സോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സെഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാണിച്ചത്. ഏതെങ്കിലും ടൂൾസ് ആർക്കെങ്കിലും ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ആരും ഇല്ല. ഗിറ്റിലേക്ക് പ്രൊജക്ട്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം കമാൻഡ്സ് ഉണ്ട്. അതായത് ഗിറ്റ് ഇന്നിറ്റ്, കമ്മിറ്റ്, ദെൻ ആഡ്, അങ്ങനെ കുറച്ചധികം ഗിറ്റ് കമാൻഡ്സ് ഉണ്ട്. ഒരു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ഗിറ്റ് കമാൻഡ്സ് ഉണ്ട്. ഗിറ്റ് കമാൻഡ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗിറ്റിലേക്ക് പ്രൊജക്ട്സ് അപ്ലോഡ് ചെയ്യുന്നത്.
ഓക്കെ മാം, മെയിൽ ഐ ഡി ഷെയർ ചെയ്തിട്ടുണ്ട്. So, എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ പ്രൊജക്ട്സ് ഗിറ്റിലേക്ക് പുഷ് ചെയ്യുന്ന അത് തന്നെ ഒരു ലൈക്ക് ഒരു ½ അവർ എടുക്കേണ്ട ഒരു സെഷനാണ്. 1 by 1 ആയിട്ട് കുറച്ചധികം കമാൻഡുകൾ റൈറ്റ് ചെയ്തിട്ട് ആ കമാൻഡിനെ ബേസ് ചെയ്തിട്ട് ഈ പ്രൊജക്ട് എന്ത് ചെയ്യും, മെർജ് ആയിട്ടായിരിക്കും ഗിറ്റിലേക്ക് പുഷ് ആവുന്നത്. ഗിറ്റിൽ 2 ബ്രാഞ്ചസ് ഉണ്ട്, മെയിനും അതുപോലെ തന്നെ ഒരു ബ്രാഞ്ച് കൂടെ ഉണ്ട്, മറന്നുപോയി, സോറി. സോ ആ മെയിൻ ബ്രാഞ്ചിലേക്കായിരിക്കും മെയിൻലി നമ്മൾ പ്രൊജക്റ്റുകളെ പുഷ് ചെയ്യുന്നത്. ഓക്കെ, സോ കുറച്ചധികം കമാൻഡ് വെച്ചിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഫീഡ്ബാക്ക് പറയാം. ലൈക്ക് ഐ ജസ്റ്റ് വാണ്ട് ടു നോ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു. സോ ഫീഡ്ബാക്ക് വെച്ചിട്ട് വേണം എനിക്ക് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ. ഓക്കെ, ഡയറക്ട്ലി കാഗിളിൽ നിന്ന് എങ്ങനെ വർക്ക് ചെയ്യും എന്ന് ചോദിച്ചാൽ, സോ ജസ്റ്റ് കാഗിളിലേക്ക് വരിക. ഓക്കെ, സോ ഒരു കാഗിൾ ഡാറ്റ സെറ്റ് റെഡ് വൈൻ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ഡാറ്റ സെറ്റ് ജസ്റ്റ് എന്ത് ചെയ്യാം, എടുക്കുക. സോ ഡാറ്റ സെറ്റ് എടുത്തിട്ട് ഈ ഡാറ്റ സെറ്റിൽ നിന്ന് ഇവിടെ ഒരു 3 ഡോട്ട് കാണും, പോപ്പപ്പ് മെനു ബട്ടൺ എന്ന് പറയുന്ന ബട്ടൺ. സോ ഇതേ ക്ലിക്ക് ചെയ്യുക, ന്യൂ നോട്ട്ബുക്ക്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓൾറെഡി ഷെയർഡ് അല്ലേ സ്ക്രീൻ? അതോ ഷെയറിങ് ഓഫ് ആണോ? അല്ലല്ലോ. ഓക്കെ, ഷെയറിങ് ഓൺ ആണല്ലോ. സോ ന്യൂ നോട്ട്ബുക്ക് കൊടുക്കുക. ന്യൂ നോട്ട്ബുക്ക് കൊടുത്തിട്ട് ഇവിടെ പുതിയൊരു നോട്ട്ബുക്ക് ഓപ്പൺ ആവും. സോ ഈ കാഗിളിൽ തന്നെ ചെയ്യാം ഇത് ഡയറക്ട്ലി. ഓക്കെ, നോട്ട്ബുക്ക് ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ ഡാറ്റ സെറ്റ് ഇവിടെ കോൾ ആവുന്നതും കാണാൻ പറ്റും. ഇതാണ് ഡാറ്റ സെറ്റ് കോൾ ആവുന്നത്. കാഗിൾ ഹബ്ബിൽ നിന്നാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാഗിൾ ഹബ്ബിന് എല്ലാത്തിനും ഹബ്ബുണ്ട്. ഇപ്പോൾ ഗിറ്റ് ഹബ്ബ് എന്ന് പറയുന്നത്, കാഗിൾ ഹബ്ബ് എന്ന് പറയുന്നത്, അതുപോലെ ഡോക്കർ ഹബ്ബ് എന്ന് പറയുന്നത്, ഇപ്പം ഹഗിങ് ഫേസും ഒരു ഹബ്ബാണ്. ഇതെല്ലാം ഹബ്ബാണ്. ഓരോരോ പ്രൊജക്റ്റുകളായിക്കോട്ടെ, ഇല്ലെങ്കിൽ പ്രൊഡക്റ്റുകളായിക്കോട്ടെ, ലൈബ്രറീസ്, യൂസ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഹബ്ബ്. സോ ഇവിടേക്ക് ഡയറക്ട്ലി വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ കൊളാബിൽ തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽ എടുക്കുക, ഓപ്പൺ ഇൻ കൊളാബ് കൊടുക്കുക. ഓപ്പൺ ഇൻ കൊളാബ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡാറ്റ സെറ്റ് എവിടേക്ക് വരും, കൊളാബിലേക്ക് വരും. സോ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. സോ ആരെങ്കിലും ഒരു ഫീഡ്ബാക്ക്? Very useful and helpful session. Thank you very much. Thank you. Thank you so much. ഒരാളേ ഉള്ളൂ. Thank you. Thank you, Fasana ma'am, informative session. Thank you. ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഞാൻ താങ്ക് യു പറയാണ്. Okay, thank you ma'am, thank you. Thank you so for the wonderful and informative session. And we truly appreciate your valuable time and guidance. And thank you all for the participants for active participation throughout the session. And I kindly request all the participants to fill out the feedback form shared in the chat box. And thank you everyone and great day. Okay, thank you ma'am, thank you.